ദൈവമില്ലെന്ന് പറയുന്നത് ശരി തന്നെ. പക്ഷെ ഞങ്ങളുടെ കൊടിക്കുന്നത്ത് കാവിലമ്മ ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. വർഷങ്ങൾക്ക് മുമ്പ് MT വാസുദേവൻ നായർ പറഞ്ഞതാണിത്. അതായത് ദൈവത്തിനും മനുഷ്യനും മീതെ എവിടെയോ ആണ് ആ ദൈവസങ്കല്പം എന്നർത്ഥം. അല്ലെങ്കിൽ ദൈവം തന്നെയാണ് മനുഷ്യൻ, മനുഷ്യൻ തന്നെയാണ് ദൈവം. ദൈവങ്ങൾക്കുള്ളിൽ കുടികൊള്ളുന്നതും മനുഷ്യ കഥകൾ തന്നെ. വടക്കേ മലബാറിൽ ഏറ്റവും പ്രസിദ്ധമായ നാട്ടുദൈവവും നായാട്ടു ദൈവവുമായ മുത്തപ്പൻ അങ്ങനെയൊരു സവിശേഷമായ ദൈവഭാവനയാണ്. മുത്തപ്പൻ്റെ ഉത്ഭവകഥ അറിയുന്നവർക്ക് മുത്തപ്പൻ വെറുമൊരു സാധാരണ ദൈവമല്ല, സാധാരണക്കാരുടെ ദൈവം മാത്രവുമല്ല, അസാധാരണ മനുഷ്യനാണ്. കീഴാള ജനതയുടെ വിമോചകനാണ്, പണിയെടുക്കുന്നവരുടെ പടനായകനാണ്. സോഷ്യലിസവും കമ്മ്യൂണിസവും എല്ലാം പ്രചരിക്കും മുമ്പേ ഇവിടെ മുത്തപ്പൻ ഒരു അനുഭവ യാഥാർത്ഥ്യമായിരുന്നു. കയ്യൂർ, കരിവെള്ളൂർ, കാവുമ്പായി തുടങ്ങിയ കർഷക സമരങ്ങളാൽ കരുത്താർജിക്കും മുമ്പേയും ഇവിടെ മുത്തപ്പനുണ്ടായിരുന്നു. പ്രാചീനമായ അർത്ഥത്തിൽ വടക്കൻ കേരളത്തിൽ ആദിവാസികളുടെയും കർഷകരുടെയും നേതാവായിരുന്നു മുത്തപ്പൻ. ആദിമ സമര നായകനാണത്. ആദ്യത്തെ നവോത്ഥാന വിപ്ലവവുമായിരുന്നു ആ വിശ്വാസ ശില്പത്തിന്റെ പ്രതിഷ്ഠ. ആധുനിക കേരള നവോത്ഥാനത്തിന് ശിലപാകിയ ശ്രീനാരായണ ഗുരുവിന്റെ അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ചരിത്രത്തിൽ ഇടം നേടേണ്ടിയിരുന്ന ഒരു സാമൂഹ്യ വിപ്ലവമായിരുന്നു കഥയായാലും ചരിത്രമായാലും ഐതിഹ്യമായാലും പുരാവൃത്തമായാലും പറശ്ശിനിപ്പുഴയോരത്തെ മുത്തപ്പ പ്രതിഷ്ഠ. തറയിൽ പെരുവണ്ണാൻ എന്ന അവർണനായ തെയ്യക്കാരൻ പറശ്ശിനിപ്പുഴയിലിറങ്ങി ഒരു ഉരുളൻ കല്ലെടുത്ത് കടവിൽ വെച്ച് അതിൽ ചുട്ട മീനും മദ്യവും നിവേദിച്ച് നടത്തിയ മുത്തപ്പ പ്രതിഷ്ഠ ഒരർത്ഥത്തിൽ വടക്കൻ കേരളത്തിൽ നാരായണ ഗുരുവിന് തുല്യമായി നടന്ന ഒരു ഈഴവശിവ പ്രതിഷ്ഠ തന്നെയാണ്. അവർണരെന്നോ അസവർണരെന്നോ വിളിക്കുന്ന ഒരു ജനതയുടെ ആദ്യത്തെ അവകാശ പ്രഖ്യാപനം തന്നെയാണ് അതും. ബ്രാഹ്മണീയ പൗരോഹിത്യ അധികാരങ്ങൾ കൽപ്പിക്കുന്ന ആരാധനാചാരങ്ങളുടെ ആണിക്കല്ലാണ് അവിടെ പിഴുതെറിയപ്പെട്ടത്. മുത്തപ്പൻ ദൈവമായാലും മനുഷ്യനായാലും വെറും വിശ്വാസമായാലും ഇന്നും വടക്കൻ മനസ്സിനെ മതേതരമായി നിർത്തുന്ന ഒരു ഏകോദര സഹോദര സങ്കല്പമാണ്. അതുകൊണ്ട് ദൈവമില്ലെന്ന് 100 ആവർത്തി പറയുമ്പോഴും മുത്തപ്പനില്ലെന്ന് നമ്മൾ വടക്കർ സമ്മതിച്ചു തരില്ല, വിശ്വാസികളായാലും അവിശ്വാസികളായാലും. മിത്തുകളും നാടോടിക്കഥകളും ചരിത്രമല്ല, എന്നാൽ ചരിത്രത്തിന്റെ വക്രീകരിക്കപ്പെട്ട രൂപങ്ങളാണത്. വിഖ്യാത ഇന്ത്യൻ ചരിത്രകാരനായ D.D. കോസാംബിയുടെ ഒരു പ്രധാന നിരീക്ഷണമാണത്. പുരാവൃത്തങ്ങൾ ശാസ്ത്രീയമായി അരിച്ചെടുത്താൽ നമുക്ക് മിത്തുകളിൽ നിന്ന് ചരിത്രത്തിന്റെ മുത്തുകൾ കിട്ടും. മുത്തപ്പ പുരാവൃത്തത്തിലേക്ക് ആഴ്ന്നിറങ്ങിയാൽ വടക്കൻ കേരളം രൂപപ്പെട്ട ചരിത്രത്തിന്റെ അറിയപ്പെടാത്ത ഏടുകൾ ലഭിക്കും. അതിൽ സത്യവും സൗന്ദര്യവും മാത്രമല്ല, കള്ളവും ചതിയും ഉണ്ടാകും. സത്യം വേർതിരിച്ചെടുക്കാനാവുന്ന കണ്ണാണ് പ്രധാനം. അത് നമ്മുടെ വർത്തമാനത്തിനും ഭാവിക്കും എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന ചിന്തയാണ് പ്രധാനം. കുലാചാരങ്ങൾക്ക് യാന്ത്രികമായി കാവൽ നിൽക്കുന്ന തരം ആചാരങ്ങൾ മുത്തപ്പ സങ്കല്പങ്ങൾക്ക് ചേർന്നതല്ല. ആചാരങ്ങൾ ലംഘിച്ചാണ് മുത്തപ്പനും ഉണ്ടായത്. കർക്കിടകവും കടുങ്കുംഭവും തനിക്കൊരുപോലെ തന്നെയാണെന്ന് ഈ ദൈവം പറയും. അതായത് മുത്തപ്പനെ കെട്ടിയാടാൻ സ്ഥലകാല നിയമങ്ങളില്ല. ആർക്കും എപ്പോഴും എവിടെയും മുത്തപ്പനെ കെട്ടിയാടിക്കാം. വടക്ക് കോരപ്പുഴയ്ക്കും ചന്ദ്രകൈപ്പുഴയ്ക്കുമിടയിൽ മുത്തപ്പൻ കെട്ടിയാടാത്ത നാടുകളും വീടുകളും കുറവേ ഉണ്ടാവൂ. കോഴിക്കോട് നിന്ന് വടക്കോട്ടുള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും മുത്തപ്പന് പൊടിക്കളങ്ങളുണ്ട്. അതിൻ്റെ കഥ പിന്നാലെ പറയാം. കണ്ണൂരിൽ നിന്ന് കടൽ കടന്നവരും തങ്ങളുടെ ഈ പ്രാദേശിക ദൈവത്തെ കൂടെ കൊണ്ടുപോയ കഥകളുണ്ട്. ദില്ലിയിലും മുംബൈയിലും അഹമ്മദാബാദിലും ദുബായിലും വരെ മുത്തപ്പ ക്ഷേത്രങ്ങൾ ഉണ്ടായത് അങ്ങനെയാണ്. വടക്കുള്ളവർക്ക് നാട്ടിലെയും വീട്ടിലെയും ദൈവം പോലെ സോഷ്യൽ മീഡിയയിലെയും പ്രിയപ്പെട്ട ദൈവമാണ് മുത്തപ്പൻ. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മുത്തപ്പന് കിട്ടുന്ന റീച്ച് മറ്റൊരു ദൈവത്തിനുമില്ല. ദൈവത്തിന്റെ വിസ്മയിപ്പിക്കുന്ന ലാളിത്യവും ജനകീയതയും സാമൂഹ്യ ബോധവുമുള്ള ഇടപെടലുകളും ജനങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കുകയാണ്. എടുത്തു പറയാൻ എത്രയോ ഉദാഹരണങ്ങളുമുണ്ട്. 2 വർഷം മുമ്പ് കാസർഗോഡ് ചെറുവത്തൂരിൽ നിന്നുള്ളൊരു ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വൈറലായത് പെട്ടെന്ന് ഓർമ്മ വരുന്നു. മുത്തപ്പനെ കാണാനെത്തിയ ഒരു മുസ്ലിം സ്ത്രീ
അല്പം മാറി നിൽക്കുന്നത് കണ്ട് മുത്തപ്പൻ അവരെ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് നീ വേറെയാണെന്ന് തോന്നിപ്പോയോ എന്ന് ചോദിക്കുന്നു. ജാതി കൊണ്ടും മതം കൊണ്ടും കർമ്മം കൊണ്ടും നിന്റെ ജീവിതത്തിൽ നീ വേറെയാണെന്ന് നിനക്ക് തോന്നിയാലും മുത്തപ്പന് അങ്ങനെ തോന്നില്ലെന്ന് പറയുകയാണ്. ദൈവം കൂടെയുണ്ടെന്ന് പറയുമ്പോൾ ആ പാവം സ്ത്രീയുടെ കണ്ണ് നിറയുന്നു. എന്തൊരു മനോഹരമായ ദൈവഭാവനയാണത്. തങ്ങളുടെ ആചാരങ്ങൾക്കും അപ്പുറത്തുള്ള ഇതര മതസ്ഥയായ സ്ത്രീയുടെ വ്യക്തിപരമായ സങ്കടങ്ങളെ കേൾക്കുന്നതിൽ ഒരു മനഃശാസ്ത്ര ചികിത്സയുണ്ട്. ഒപ്പം ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയിൽ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന അന്യതാബോധത്തെയും മുത്തപ്പൻ്റെതായ ഭാഷയിൽ അവതരിപ്പിക്കുന്നു. അത്രമാത്രം ഉണർവോടെയും ജാഗ്രതയോടെയുമാണ് ഈ ദൈവം മനുഷ്യരെയും മനുഷ്യ സങ്കടങ്ങളെയും സമീപിക്കുന്നത്. പഠനച്ചെലവിലും ചികിത്സാ ചെലവിലും വകയില്ലാത്തവർക്ക് മുത്തപ്പൻ തനിക്ക് തൊഴുതുവരവായി കിട്ടിയ തുക വാരി നൽകുന്ന എത്രയോ ദൃശ്യങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. 2 കാലുകളുമില്ലാത്ത മണ്ണിൽ ഇഴഞ്ഞു മാത്രം നടക്കാൻ കഴിയുന്ന ഒരു ഭിന്നശേഷിക്കാരൻ്റെ അടുത്തേക്ക് മുത്തപ്പൻ അങ്ങോട്ട് പോയി അയാളുടെ അടുത്ത് കുത്തിയിരുന്ന് അയാൾക്ക് തുല്യമായി സംസാരിക്കുന്ന മറ്റൊരു ദൃശ്യവും കാണാം. കുഞ്ഞുങ്ങളെ എടുക്കുന്ന വാത്സല്യ ദൃശ്യങ്ങൾ എത്രയോ. സ്ത്രീകളെയും പ്രായമായവരെയും ആശ്വസിപ്പിക്കുന്ന കാഴ്ചകൾ നിരവധി. ദൈവം ക്ഷേത്രത്തിലോ വിഗ്രഹത്തിലോ അല്ല എന്ന് ടാഗോർ പാടിയതിൻ്റെ ജനകീയ ആവിഷ്കാരം തന്നെ മുത്തപ്പൻ. നമുക്കൊപ്പം നമ്മുടെ സങ്കടങ്ങൾ ഒപ്പുന്ന ഒരാളെന്ന സങ്കല്പത്തിന് മുത്തപ്പനോളം തീവ്രത മറ്റൊരു വിശ്വാസ സങ്കല്പത്തിനുമില്ല. മുത്തപ്പൻ എന്നാൽ മുത്തച്ഛൻ തന്നെയാണ്. നരച്ച താടിമീശയും ഓടപ്പൂമുടിയും തുമ്പക്കിരീടവുമുള്ള മുത്തപ്പന്റെ ആകർഷണീയമായ രൂപവും വാചാലുകളും വടക്കൻ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് ശരി തന്നെ. പക്ഷെ പലർക്കും മുത്തപ്പന്റെ ഉത്ഭവകഥയും അതിലെ ചരിത്രവും ഐതിഹ്യവും വേർതിരിച്ചറിയില്ല. 30 മുക്കോടി ദൈവങ്ങളിൽ ഒരാൾ മാത്രമല്ല മുത്തപ്പൻ എന്ന് നാം അറിയുക ആ നാടോടി വാങ്മയത്തിന്റെ ഉള്ളറിയുമ്പോഴാണ്. അതിന് നമ്മൾ ആദ്യം പോകേണ്ടത് മുത്തപ്പന്റെ ആദിമാരൂഢമായ കുന്നത്തൂർപ്പാടി മലനിരകളിലേക്കാണ്. കണ്ണൂരിന് കിഴക്ക് കർണാടക അതിർത്തികളോട് ചേർന്ന് പയ്യാവൂർ മലനിരകളുടെ പാർശ്വത്തിലാണ് കുന്നത്തൂർപ്പാടി. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 3000 അടി ഉയരത്തിലാണ് പാടി സ്ഥിതി ചെയ്യുന്നത്. പറശ്ശിനിയിലേതുപോലെ കുന്നത്തൂർപ്പാടിയിൽ ക്ഷേത്രമോ മടപ്പുരയോ ഒന്നുമില്ല. ഉള്ളത് മുത്തപ്പൻ തപസ്സിരുന്നുവെന്നും പിന്നീട് തിരോഭവിച്ചുവെന്നും കരുതുന്ന ഒരു ഗുഹയാണ്. എല്ലാ വർഷവും കാട് വെട്ടിത്തളിച്ച് ഓലയും മുളയും കൊണ്ടുണ്ടാക്കുന്ന താൽക്കാലിക മടപ്പുരയിലാണ് മുത്തപ്പനും തിരുവപ്പനയും മൂലംപെറ്റ ഭഗവതിയുമെല്ലാം കെട്ടിയാടുന്നത്. മുത്തപ്പന്റെയും അയ്യപ്പന്റെയും ജീവിത കഥകളിൽ സമാനതകളുള്ളതുപോലെ തീർത്ഥാടന കാലങ്ങൾക്കും സമാനതകളുണ്ട്. മലയാള മാസം ധനു 2 തുടങ്ങി 1 മാസക്കാലം നീളുന്ന ഉത്സവം വടക്കേ മലബാറുകാർക്ക് മറ്റൊരു മണ്ഡലകാലം തന്നെയാണ്. മുത്തപ്പന്റെ ജടാവർണ്ണത്തിൽ കോട ചൂടിയ മലമുകളിലെ ദൈവസന്നിധിയിലേക്കുള്ള യാത്ര ശബരിമല യാത്ര പോലെ ക്ലേശകരമാണ്. കാടിന് നടുവിലൂടെയുള്ള കയറ്റമാണ് കൂടുതലും. ആൾതാമസമില്ലാത്ത വനമേഖല ആ 1 മാസക്കാലം ആൾവനമാകും. ഉത്സവമൊഴിഞ്ഞാൽ ആളും മാരവും ഒഴിഞ്ഞ് വനം പൂർവ്വസ്ഥിതിയിലാകും. ശബരിമലയിലേക്ക് അയ്യപ്പന്മാർ പോകുന്ന കാലത്ത് തന്നെയാണ് കുന്നത്തൂർ മലയിലേക്ക് മുത്തപ്പ ഭക്തന്മാരും പോകുന്നതെന്ന് പറഞ്ഞല്ലോ. എന്നാൽ അയ്യപ്പന്മാരെ പോലെ വ്രതനിഷ്ഠമല്ല, വ്രതലംഘനമാണ് മുത്തപ്പന് പ്രിയം. കള്ളുകുടങ്ങളും റാക്കുകുപ്പികളും വേട്ടയാടി പിടിച്ച കാട്ടുരുക്കളുമായി പാടിയിലേക്ക് പോയ പഴയ തലമുറകൾ മാഞ്ഞുപോയെങ്കിലും ആ ഓർമ്മകളുടെ അനുസ്മരണങ്ങൾ ഇവിടെ ഇപ്പോഴും അരങ്ങേറുന്നു. മുത്തപ്പന്റെ പ്രസാദങ്ങളിൽ പ്രധാനമാണ് മദ്യം എന്നതുകൊണ്ട് പലപ്പോഴും ഉത്സവം ഒരു മദ്യപാനോത്സവമാണെന്ന് കരുതുന്നവരുണ്ടാകും. എന്നാൽ അത് അങ്ങനെയല്ല. നല്ല നിയന്ത്രണങ്ങളുണ്ട്. ദൈവം ചെറുവെള്ളിക്കിണ്ടിയിൽ ഒഴിച്ചു തരുന്ന മദ്യത്തിന് ദൈവഭാഷയിൽ വീത്തെന്ന് പറയും. വാഴയിലയിൽ പയറു പുഴുങ്ങിയതും തേങ്ങാപ്പൂളും ചുട്ട ഉണക്കമീനും പ്രസാദങ്ങളായി കയ്യിൽ കിട്ടും. ജനകീയമായ ദൈവത്തിന്റെ ആരൂഢം ജനകീയമായ നിവേദ്യങ്ങൾ കൊണ്ടുമാണ് സാധാരണക്കാർക്ക് പ്രിയപ്പെടുന്നത്. നായാട്ടു ദൈവമായ മുത്തപ്പന് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷ്യങ്ങളാണ് കാട്ടിയും കാട്ടുപന്നിയും കൂരനും കൊട്ടനുമെല്ലാം. നായാട്ടിപ്പോൾ നിയമം മൂലം നിരോധിച്ചതിനാൽ നാട്ടുപന്നിയിറച്ചിയും കപ്പയുമാണ് നടപ്പാതകളിലെ താൽക്കാലിക തട്ടുകടകളിൽ വിഭവങ്ങളായി ഉണ്ടാവുക. മല കയറി മടപ്പുരയിലെത്തിയാൽ ഗുഹാക്ഷേത്രത്തിന് മുന്നിൽ ഭക്തരെ അനുഗ്രഹിച്ചുകൊണ്ട് മുത്തപ്പനുണ്ടാകും. ചുറ്റും അകമ്പടിക്കാരും ചെണ്ടയും. പുല്ലായിക്കൊടി ചന്ദൻ പനയുടെ മുകളിലേക്ക് നോക്കി വില്ലുകുലച്ചപ്പോൾ കണ്ട
അതേ നരച്ച താടിക്കാരൻ നിങ്ങൾ അരികിലേക്ക് വിളിക്കും. നിങ്ങളുടെ ചുമലിലും തലയിലും കൈവയ്ക്കും. ആലിംഗനം ചെയ്ത മട്ടിൽ നിങ്ങളെ തോളോട് തോൾ ചേർത്ത് ചെവിയിൽ വിശേഷങ്ങൾ ചോദിക്കും. ദൈവം നിങ്ങളെ ചേർത്ത് നിർത്തുന്നുവെന്ന വിശ്വാസത്തെക്കാൾ വലുതായി ഒന്നുമില്ലല്ലോ. മുത്തപ്പന്റെ ആലിംഗനത്തിൽ ആൾദൈവങ്ങളുടെ ആലിംഗനത്തിലേതുപോലെ നാട്യങ്ങളില്ല, കാപട്യങ്ങളില്ല. മുത്തപ്പന്റെ ആലിംഗനം നമ്മുടെ മുത്തച്ഛന്റെ ആലിംഗനം പോലെ ആത്മാർത്ഥമാണ്. ദൈവമാണെന്ന് പോലും അവകാശപ്പെടാത്ത ദൈവമാണ് മുത്തപ്പൻ. കാട്ടിൽ കാട്ടാളനും വീട്ടിൽ കണ്ടാൽ വീട്ടാളനും വഴിയിൽ കണ്ടാൽ ചങ്ങാതിയുമാണെന്നാണ് മുത്തപ്പൻ പറയുക. നമ്മുടെ സുഹൃത്തായി, സഹോദരനായി, പിതാവായി, പിതാമഹനായി ഒരാൾ തന്നെയാണ് മുത്തപ്പൻ. അത്യുത്തര കേരളത്തിലെ അടിമകളായ ആദിവാസികളുടെയും അടിയാന്റെയും കുടിയാന്റെയും നായാടികളുടെയും നായകനായിരുന്ന അയാളുടെ ജീവിതവും മരണവും മരണശേഷമുള്ള ദൈവപരിണാമവും എല്ലാം കേരളത്തിന്റെ വ്യത്യസ്തമായൊരു വിപ്ലവ ചരിത്രം തന്നെയാണ്. അത് നമുക്ക് വിശ്വസിക്കാം, അവിശ്വസിക്കാം. പക്ഷേ അതിന്റെ ചരിത്രപരമായ മാറ്റൊലികളെ അവഗണിക്കാനാവില്ല. കേരളത്തിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ മുത്തപ്പ ആരാധന പണ്ടു മുതൽക്കേ ഉണ്ട്. പ്രത്യേകിച്ചും ആദിവാസികൾക്കിടയിൽ. മുത്തപ്പൻ ഒരാളല്ല, പല ആളുകളാണെന്നും പല മുത്തപ്പന്മാരുണ്ടെന്നും എല്ലാം ചേർന്ന് ഒരൊറ്റ പേരിൽ അറിയപ്പെടുകയാണെന്നും ഡോക്ടർ വൈ.വി. കണ്ണൻ പറയുന്നു. മുത്തപ്പൻ ദൈവത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പഠിക്കുകയും എഴുതുകയും ചെയ്തിട്ടുള്ള കണ്ണൻ മാഷിന്റെ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച മുത്തപ്പൻ എന്ന പുസ്തകം ഈ ആരാധന മൂർത്തിയെക്കുറിച്ചുള്ള ഒരു സമഗ്ര പഠനമാണ്. ഡോക്ടർ കണ്ണൻ മാഷ് സാധാരണ നിലയിലുള്ള ഒരു ഫോക്ലോർ പണ്ഡിതനല്ല. സമൂഹത്തിൽ നാടൻ കലയും നാട്ടറിവുമെല്ലാം ഇപ്പോൾ ഏത് വിധത്തിലാണ് നിലനിൽക്കേണ്ടതെന്ന് നല്ല ബോധ്യമുള്ള ചരിത്ര പണ്ഡിതനാണ്. പൂർവികർ തലമുറകൾക്ക് നൽകിയ അറിവ് അജ്ഞതയെയും അന്ധവിശ്വാസത്തെയും അടിമത്തെയും ന്യായീകരിക്കുന്നതാകരുതെന്ന് അദ്ദേഹത്തിന് ഉറച്ച ബോധ്യമുണ്ട്. അച്ഛനപ്പൂപ്പന്മാരായി തെയ്യം കെട്ടാനുള്ള സിദ്ധി ലഭിച്ച ഒരു സമുദായത്തിൽ അടിയലങ്ങളുടെയും ചെണ്ടകളുടെയും തോറ്റംപാട്ടുകളുടെയും നടുവിലേക്കാണ് അദ്ദേഹം ജനിച്ചത്. തെയ്യക്കാരുടെ സംഘത്തോടൊപ്പം കുട്ടിക്കാലം തൊട്ടേ നാടു ചുറ്റിയ കണ്ണൻ മാഷ് മുത്തപ്പനുൾപ്പെടെ ഗംഭീരമായ പല തെയ്യങ്ങളും കെട്ടിയ ഒരു കോലക്കാരനുമാണ്. മുത്തപ്പൻ കെട്ടിയാടുന്ന ഒരാൾ മുത്തപ്പൻ ഗവേഷകനും പണ്ഡിതനുമാകുന്നത് ആദ്യമായിരിക്കും. മുത്തപ്പനെ കുറിച്ച് എന്തു പറയുമ്പോഴും ഡോക്ടർ കണ്ണൻ മാഷിനെ കുറിച്ചും ആദ്യം പറയേണ്ടതുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് കുന്നത്തൂർപ്പാടി മുത്തപ്പനെ കുറിച്ച് ഞാൻ കൈരളി TV-യിൽ അവതരിപ്പിച്ച കേരള എക്സ്പ്രസും പിന്നീട് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച മണിതർകാലം എന്ന പുസ്തകത്തിലെ മുത്തപ്പ അധ്യായത്തിനും എന്നെ ഏറെ സഹായിച്ച ഗവേഷകനോടുള്ള കൃതജ്ഞത ഞാനിവിടെ ആദരവോടെ രേഖപ്പെടുത്തട്ടെ. അടിയന്മാർക്കും ആദിവാസികൾക്കും വേണ്ടി പോരാടിയ നായാട്ടുനായകരായ മുത്തപ്പന്മാരെ കുറിച്ച് നമുക്കിനിയും ഏറെ അറിയാനുണ്ട്. മുത്തപ്പ ആരാധനയുടെ ഭാഗമായുള്ള തലമുറകളുടെ വിശ്വാസ ജീവിതത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും കൂട്ടുചേരലിൻ്റെയും എതിരിടലിൻ്റെയും അനവധിയായ കഥകളും ചരിത്രവുമുണ്ട്. മുത്തപ്പ ഭക്തന്മാർ എല്ലാവരും അത് പ്രോത്സാഹിപ്പിക്കാറില്ല. തങ്ങളുടെ കേവലമായ ആരാധനയ്ക്ക് കോട്ടം തട്ടുമെന്ന് കരുതി പഴയ അജ്ഞതകളിൽ തന്നെ അടയിരിക്കുന്നവരാണ് കൂടുതലും. തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കായി സാമൂഹ്യ വിജ്ഞാനത്തെ പുറത്തു നിർത്തിയുള്ള ആരാധനയും അനുഷ്ഠാനത്തെ പുറത്തു നിർത്തിയുള്ള വിജ്ഞാനവും രണ്ടും ഒരേ മട്ടിൽ ദോഷകരമാണെന്ന് പറയണ്ടല്ലോ. കുന്നത്തൂർപ്പാടിയിൽ 4 മുത്തപ്പന്മാരുണ്ട്. പുറങ്കാല മുത്തപ്പൻ, പുതിയ മുത്തപ്പൻ, നാടുവാഴി മുത്തപ്പൻ, പുരളിമല മുത്തപ്പൻ. മുത്തപ്പന്റെ ബാല്യ, കൗമാര, യൗവന, വാർദ്ധക്യ ദശകളെ വർണ്ണിക്കുന്നതാണ് ഓരോ ദൈവക്കോലവും. പുരളിമല മുത്തപ്പനെയാണ് തിരുവപ്പന എന്ന് വിളിക്കുന്നത്. കറുത്ത താടിക്കാരനായ പുരളിമല മുത്തപ്പനും നരച്ച താടിക്കാരനായ നമ്പല മുത്തപ്പനും ഒരുമിച്ചാണ് നാടുവാഴികൾക്കെതിരെ അധസ്ഥിതരുടെ സേനയുണ്ടാക്കി പോരാടിയത്. ഇന്നത്തെ തമിഴ്നാട്ടിലെ ഗൂഡല്ലൂർ നമ്പലക്കാട് സ്വദേശിയായതുകൊണ്ടാണ് നരച്ച താടിക്കാരനായ മുത്തപ്പൻ നമ്പലക്കാട് മുത്തപ്പനായതെന്ന് ഡോക്ടർ വൈ.വി. കണ്ണൻ എഴുതുന്നു. ഇരുമെയ്യാണെങ്കിലും മനമൊന്നായ സൗഹൃദത്തിന്റെ ഉത്സവമാണ് മുത്തപ്പ തിരുവപ്പ നൃത്തം. അതുകൊണ്ട് മുത്തപ്പനുള്ളിടത്തെല്ലാം തിരുവപ്പനുമുണ്ട്. അത്യപൂർവമായ സൗഹൃദം. എന്നാൽ ഇടക്കാലത്ത് ഹൈന്ദവവൽക്കരണത്തിൻ്റെയൊക്കെ ഭാഗമായി മുത്തപ്പനെ ശിവനായും തിരുവപ്പനെ മഹാവിഷ്ണുവുമായൊക്കെ വ്യാഖ്യാനിക്കാനുള്ള ശ്രമമുണ്ടായിട്ടുണ്ട്. എന്നാൽ മുത്തപ്പൻ ഹിന്ദുമതത്തിൻ്റെ ചിട്ടകൾക്കൊന്നും
പെട്ടെന്ന് കീഴടങ്ങുന്ന ദൈവമല്ല. പ്രമുഖ നാടൻ കലാ ഗവേഷകനായ ഡോക്ടർ എം വി വിഷ്ണു നമ്പൂതിരി മുത്തപ്പ തിരുവപ്പന സൗഹൃദ കഥയെ ഖണ്ഡിച്ച് മറ്റൊരു നിരീക്ഷണമാണ് അവതരിപ്പിക്കുന്നത്. മുത്തപ്പൻ, തിരുവപ്പൻ എന്നീ പേരുകളിൽ കെട്ടിയാടപ്പെടുന്ന കോലങ്ങൾ രണ്ടും ഒരേ ദേവസങ്കല്പമാണെന്ന് അദ്ദേഹം പറയുന്നു. മുത്തപ്പനെ കുറിച്ചുള്ള പൊലിച്ചുപാട്ടും കളിക്കപ്പാട്ടും ഉദ്ധരിച്ചാണ് അദ്ദേഹം തന്റെ നിഗമനങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. പാടിക്കുറ്റിയമ്മയോട് പിരിഞ്ഞ് പൊയ്ക്കണ്ണുമായി പുറപ്പെട്ട ദൈവം തിരുവപ്പൻ, മധുബൻ പനയിൽ കയറി കള്ളെടുത്ത് കുടിച്ചതും തിരുവപ്പൻ, എന്നാൽ പനമേൽ കണ്ട വാർദ്ധക്യാകൃതിയുള്ള രൂപം മുത്തപ്പൻ. വാർദ്ധക്യാകൃതി പൂണ്ട ആ ദൈവത്തെ കണ്ടാണ് ചന്ദന്റെ ചക്കിയമ്മ എന്റെ പൊന്മുത്തപ്പ എന്ന് വിളിച്ചത്. ഈ ദൈവം പുരളിമലയിൽ ചെന്നപ്പോൾ പുരളിമല മുത്തപ്പനായി. രണ്ടും രണ്ടല്ല, ഒന്ന് തന്നെ എന്നാണ് ഡോക്ടർ വിഷ്ണു നമ്പൂതിരിയുടെ വാദം. അപ്പോൾ മുത്തപ്പനും തിരുവപ്പനും ഒന്നായ നിന്നയിക രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായൊരു ഇണ്ടൽ മാത്രമായിരിക്കുമോ? അടിയന്മാരുടെയും കുടിയന്മാരുടെയും പടനായകനായ മുത്തപ്പന്റെ ജന്മകഥ പ്രസിദ്ധമാണ്. പണ്ട് വഴിവാണിഭ ചന്തകളിലൊക്കെ ചെറുപുസ്തകങ്ങളായി മുത്തപ്പ ചരിതങ്ങൾ എഴുതുന്നവരുടെ കൂടി ഭാവനകൾ ചേർത്ത് വാങ്ങാൻ കിട്ടാറുണ്ട്. കണ്ണൂർ ജില്ലയിലെ എരിവേശി അയ്യങ്കരയില്ലത്തെ പാടിക്കുറ്റിയമ്മ തിരുവങ്കടവിൽ നിന്ന് കുളിച്ചു കയറുമ്പോൾ വീണ് കിട്ടിയ കുഞ്ഞായിരുന്നു മുത്തപ്പൻ എന്നാണ് പ്രസിദ്ധമായ പുരാവൃത്തം. അല്ല, ഒരു കുറത്തിയുടെ മകനെ പാടിക്കുറ്റിയമ്മ ദത്തെടുത്ത് വളർത്തിയതാണെന്നും കരുതുന്നവരുണ്ട്. അയ്യങ്കര വാഴുന്നോർ എന്ന അയ്യങ്കരനും അദ്ദേഹത്തിന്റെ ഭാര്യ പാർവതിക്കുട്ടി അന്തർജനം എന്ന പാടിക്കുറ്റിയമ്മയും മക്കളില്ലാതെ ദുഃഖിച്ചവരാണ്. അവരുടെ കുലദൈവമായ വയത്തൂർ കാലിയാരീശ്വരൻ അഥവാ ശിവന് പല പ്രാർത്ഥനകൾ നേർന്ന് പ്രായമേറെയായിട്ടും ഫലമുണ്ടായില്ല. പതിവ് പോലെ ഒരു ദിവസം തിരുവൻകടവിൽ കുളിക്കാൻ പോയ പാടിക്കുറ്റിയമ്മ കുളി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തിരുനെറ്റിക്കല്ലിനടുത്ത് വെച്ച് ഒരു കുഞ്ഞിക്കരച്ചിൽ കേട്ടു. ആ ഇളം പൈതലിനെയും എടുത്ത് പാടിക്കുറ്റിയമ്മ അയ്യങ്കര മനയിലേക്ക് നടന്നു. ഇത്ര നല്ലൊരു പൊന്മകന എവിടുന്ന് കിട്ടി പാടിക്കുറ്റി എന്ന് ചോദിച്ച് അയ്യങ്കരൻ കുഞ്ഞിനെ എടുത്തു. അതോടെ മുത്തപ്പൻ അയ്യങ്കര മനയിലെ ഓമനയായി. അയ്യങ്കര ഇല്ലത്തെ ബ്രാഹ്മണ ചിട്ടുകളൊന്നും വളർത്തുമകന് ഇഷ്ടമായില്ല. ഇല്ലത്ത് നിന്ന് പുറത്തു കടന്ന് അവൻ അധസ്ഥിതരായ നാട്ടുകാരുടെ ദുരിതപൂർണമായ ജീവിതം മനസ്സിലാക്കി. നാട്ടിലേതിനേക്കാൾ കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു കാട്ടിൽ കഴിയുന്ന ആദിവാസികളുടെയും നായാടികളുടെയും ജീവിതം. അവൻ ഏറെ സമയം അവരോടൊപ്പമായി. അവന്റെ ഭക്ഷണവും ജീവിതചര്യകളും മറ്റൊന്നായി. പൊന്മകൻ വളരും തോറും മത്സ്യമാംസാദികളിൽ തൽപരനാകുന്നതും വില്ലും ശരവുമെടുത്ത് കുന്നും മലയുമൊക്കെ നായാടുവൻ പോകുന്നതും അയ്യങ്കര വാഴുന്നവർക്ക് കുറച്ചിലായി. കദളിക്കുല കൊണ്ട് തൂക്കിയാലോ കദളിപ്പഴമൊന്നും കാൺമാനില്ല, ചിങ്ങൻ കുല കൊണ്ട് തൂക്കിയാലോ ചിങ്ങൻ പഴമൊന്നും കാൺമാനില്ല പാടിക്കുറ്റി. ഓമന പൊന്മകൻ നിമിത്തം എനിക്കെന്റെ മോലോ തറുതിയില്ല എന്ന് അയ്യങ്കരൻ പറഞ്ഞതായി തോറ്റംപാട്ടിൽ പറയുന്നു. സ്നേഹധനരായ മാതാപിതാക്കളുടെ ധർമ്മസങ്കടം മനസ്സിലാക്കിയ മുത്തപ്പൻ അവരുടെ അനുഗ്രഹത്തോടെ അവിടെ നിന്ന് യാത്ര പുറപ്പെടുകയാണ്. തോറ്റംപാട്ടിൽ പറയുന്ന സ്ഥലങ്ങളെല്ലാം പിന്നീടെത്തിയത് കുന്നത്തൂർപ്പാടിയിലാണ്. ഒരു വ്യാഴവട്ടം മുത്തപ്പൻ കുന്നത്തൂർപ്പാടിയിലെ മടയിൽ അഥവാ ഗുഹയിൽ തപസ്സിരുന്നുവെന്നാണ് കഥ. തപസിദ്ധി നേടി പുറത്തിറങ്ങിയിട്ടും മുത്തപ്പന് നാട്ടിലെയും കാട്ടിലെയും മനുഷ്യരുടെ സങ്കടത്തിൽ മാറ്റമൊന്നും കാണാനായില്ല. മാറ്റത്തിന് വേണ്ടിയുള്ള പോരാട്ടമായി പിന്നീട് മുത്തപ്പന്റെ ജീവിതം. മുത്തപ്പൻ ബ്രാഹ്മണ ഇല്ലത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ 5 നായകൾ കൂടെയുണ്ടായിരുന്നുവെന്ന് പറയുന്നുണ്ട്. വില്ലും ശരവുമെടുത്ത് നായ്ക്കളുമായി മുത്തപ്പൻ മലയായ മലകളിലെല്ലാം നായാട്ടിനിറങ്ങി. നായാടിയതിൻ്റെ വലിയൊരു പങ്ക് നാടുവാഴുന്നവർക്ക് കാഴ്ചവെക്കണമെന്നാണ് നിയമം. മുത്തപ്പൻ നാടുവാഴികൾ നായാട്ടു വിഭവങ്ങൾ കടത്തിക്കൊണ്ടുപോകുന്നത് തടഞ്ഞു. അടിയാനും കുടിയാനും നായാടിക്കും നാവുണ്ടെന്ന് തെളിയിച്ചു. കാട്ടുമൃഗങ്ങൾക്കെതിരെ എന്ന പോലെ നാടുവാഴി വ്യവസ്ഥയ്ക്കെതിരെയും ആയുധം കുലച്ചു. നായാടി നടക്കുന്ന മനുഷ്യരെ മുത്തപ്പൻ കൃഷിയും സംസ്കാരവും പഠിപ്പിച്ചു. പുനംകൃഷിയായിരുന്നു അന്നത്തെ കൃഷി. പാവങ്ങൾ കൃഷി ചെയ്തതിൻ്റെയും വലിയൊരു പങ്ക് നാടുവാഴികൾക്കുള്ളതായിരുന്നു. പിൽക്കാലത്ത് പഴശ്ശിരാജാവ് ഉൾപ്പെടെയുള്ളവർക്ക് ജന്മം നൽകിയ കോട്ടയം കോവിലകത്തിന്റെ പരിധിയിലുള്ള സ്ഥലമാണത്. പാവങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ കോവിലകത്തെ പത്തായങ്ങൾ നിറഞ്ഞു കവിഞ്ഞു. മുത്തപ്പൻ അടിയാന്മാരുടെ പടയുണ്ടാക്കി കോട്ടയം കോവിലകം വളഞ്ഞ് പത്തായപ്പുരകൾ പൊളിച്ചു. പൂഴ്ത്തിവെച്ച ധാന്യങ്ങൾ പാവങ്ങൾക്ക് വിതരണം ചെയ്തു. മുത്തപ്പൻ ഹരിചന്ദ്രൻ കോട്ട കീഴടക്കിയെന്നൊക്കെയാണ് തോറ്റംപാട്ടിൽ പറയുന്നതെങ്കിലും ചരിത്രം ഇങ്ങനെയാണ്.
വടക്കൻ കേരളത്തിൽ ജന്മിനാടുവാഴിത്തത്തിനെതിരെ ആദ്യമുയർന്ന ശബ്ദമാണ് മുത്തപ്പൻ്റേത്. 40കളിൽ നടന്ന കർഷക സമരങ്ങളുടെ അടിവേര് നമുക്ക് മുത്തപ്പൻ പുരാവൃത്തത്തിലേക്ക് ആഴത്തിലിറങ്ങിയാൽ കാണാം. മുത്തപ്പനെ നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കാനും വിഷം കൊടുത്ത് കൊല്ലാനുമെല്ലാമായി നാടുവാഴുന്നവർ പഠിച്ച അടവുകൾ പലതും പയറ്റിയെങ്കിലും രക്ഷയുണ്ടായില്ല. മുത്തപ്പൻ പുതിയ താവളങ്ങൾ തേടി പുറപ്പെട്ട് നാടുവാഴികൾക്കെല്ലാം തലവേദനയായിക്കൊണ്ടിരുന്നു. പുരളിമലയിലെത്തിയ മുത്തപ്പനെ പുരളിമല പെരുമാൾ ഭക്തിപൂർവമോ ഭയപൂർവമോ സ്വീകരിച്ച് പുരളിമല ചിത്രപീഠം വിട്ടു നൽകി. മുത്തപ്പൻ പുരളിമല കീഴടക്കി അധികാരപീഠം സ്വന്തമാക്കിയതാണോ എന്ന് നിശ്ചയമില്ല. രണ്ടായാലും പെരുമാൾ തന്റെ അധികാരങ്ങളെല്ലാം മുത്തപ്പന് കൈമാറി ഒരു ഗുഹയിൽ കയറി അപ്രത്യക്ഷമായതാണ് കഥ പറയുന്നത്. വയനാട് ദേശം സ്വന്തമാക്കാൻ കോട്ടയും കോവിലകവും കുടക് രാജാവും നടത്തിയ ഘോര യുദ്ധത്തിന്റെ കാലത്ത് യുദ്ധത്തിന്റെ കെടുതികൾ ഏറെ അനുഭവിച്ച പാവങ്ങൾക്കൊപ്പമായിരുന്നു രണ്ട് മുത്തപ്പന്മാരും. കുടകുമലയുടെ തെക്കേ ഭാഗത്തുള്ള ആദിവാസികളെ ഏകോപിപ്പിച്ച് മുത്തപ്പൻ അക്കാലത്ത് ചെറു രാജാക്കന്മാരെയെല്ലാം യുദ്ധം ചെയ്ത് തോൽപ്പിച്ചിട്ടുണ്ട്. അശരണരും അടിമകളുമായ ഗിരിവർഗക്കാരുടെ അവസാന ആയുധമായിട്ടുണ്ട്. പുരളിമല മുത്തപ്പന്റെയും ശബരിമല അയ്യപ്പന്റെയും ജീവിത കഥകൾക്ക് സമാനതകളുണ്ട്. ഡോക്ടർ എം വി വിഷ്ണു നമ്പൂതിരി തന്റെ തോറ്റം പാട്ടുകൾ എന്ന ഗ്രന്ഥത്തിൽ അയ്യൻ തോറ്റവും മുത്തപ്പൻ തോറ്റവും തമ്മിൽ താരതമ്യ പഠനം നടത്തി ചില നിഗമനങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. മുത്തപ്പനെ പോലെ തന്നെ പ്രാചീന കേരളത്തിലെ ഒരു നായാട്ടു ദൈവമായിരുന്നു അയ്യനും. രണ്ട് പുരാവൃത്തങ്ങളും ഒന്നല്ലെങ്കിലും സാമ്യം കൗതുകകരം തന്നെയാണ്. അയ്യങ്കര വാഴുന്നവരുടെ ദത്തുപുത്രനാണ് മുത്തപ്പൻ. അതുപോലെ പന്തള രാജാവിന്റെ ദത്തുപുത്രനാണ് അയ്യപ്പൻ. കാട്ടിൽ നിന്നാണ് ഇരു കഥകളിലും കുട്ടികളെ ലഭിക്കുന്നത്. രണ്ടുപേരും വളർന്ന് അച്ഛനമ്മമാരെ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് തന്നെ പോവുകയാണ്. മാതാപിതാക്കളെ അന്ത്യനാളുകളിൽ അയ്യപ്പൻ കാണാനെത്തിയതുപോലെ മുത്തപ്പനും അയ്യങ്കര വാഴുന്നവരെയും പാടിക്കുറ്റിയമ്മയെയും കാണാനെത്തുന്നുണ്ട്. എന്നാൽ മാതാപിതാക്കൾക്ക് ശേഷക്രിയ ചെയ്യാൻ അന്നത്തെ പൗരോഹിത്യം അനുവദിച്ചില്ല. അടിയന്മാർക്കും കുടിയാന്മാർക്കും ഒപ്പം നിൽക്കുന്നുവെന്നതായിരുന്നു മുത്തപ്പന്റെ പാതിഥ്യം. അപ്പോൾ മുത്തപ്പൻ തന്റെ ദിവ്യശക്തി കൊണ്ട് മൃതദേഹങ്ങൾ അപ്രത്യക്ഷമാക്കിയെന്നാണ് വിശ്വാസികൾ പ്രചരിപ്പിക്കുന്ന കഥ. കുന്നത്തൂർപ്പാടിയിൽ നിന്ന് യാത്ര തുടങ്ങിയ മുത്തപ്പൻ തന്റെ നിയോഗം പൂർത്തിയാക്കി കുന്നത്തൂർപ്പാടിയിലേക്ക് തന്നെയാണ് മടങ്ങി വരുന്നതും. അടിസ്ഥാന വർഗ നായകനായി വരുന്ന മുത്തപ്പനെ താഴ്വരയിലെ ജനത ചെണ്ടയും ചീനിയും മുഴക്കി ആഹ്ലാദാരവങ്ങളോടെയാണ് സ്വീകരിച്ചത്. കുന്നത്തൂർപ്പാടിയിൽ തെയ്യം പുറപ്പെടുമ്പോൾ അത് നമുക്ക് കാണാം. തന്റെ തന്ത്രത സഹചാരിയായ ചന്ദനെയും അഞ്ചില്ലം ആളടിയാനെയും അരികെ വിളിച്ച് മുത്തപ്പൻ താൻ മടയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അന്നേരം ഘോരമായ മഴയും ഇടിമിന്നലും ഉണ്ടായി. മഴ മാറി നേരം വെളുത്തിട്ടും മുത്തപ്പൻ മടയുടെ പുറത്തേക്ക് വന്നില്ല. മുത്തപ്പൻ നിത്യ തപസ്സിൽ മടയിൽ തന്നെ കഴിയുകയാണെന്ന് മൂത്തോരാൻ ചന്ദൻ വിശ്വസിച്ചു. മുത്തപ്പനും ചന്ദനും തമ്മിലുള്ള ആത്മബന്ധം മറ്റൊരു കഥയാണ്. മുത്തപ്പൻ പുരളിമലയിലേക്ക് പുറപ്പെടും മുമ്പേയുള്ള സംഭവമാണത്. കല്ലായിക്കൊടി, പുല്ലായിക്കൊടി, എളോരാൻ, മൂത്തോരാൻ, നൂറ്റടക്കൻ എന്നിങ്ങനെ 5 ഇല്ലങ്ങളിലൂടെയുള്ള അടിയാന്മാരിൽ മൂത്തോരാൻ വിഭാഗത്തിലുള്ള ചന്ദൻ ഒരു ദിവസം കള്ളു ചെത്താൻ പോയപ്പോൾ പനയുടെ മുകളിലുള്ള കാഴ്ച കണ്ട് അന്തം വിട്ടു. നരച്ച താടിയും മുടിയുമുള്ള ഒരു വൃദ്ധരൂപം പനയുടെ മുകളിലിരുന്ന് കള്ളുകുടിച്ച് ഉല്ലസിക്കുന്നു. കലിപൂണ്ട ചന്ദൻ ആ രൂപത്തെ നോക്കി അമ്പു തൊടുത്തു. അടുത്ത നിമിഷം തന്നെ ചന്ദൻ കല്ലായി പറഞ്ഞു. ഉച്ചച്ചത്തിന് പോയ ചന്ദൻ അന്തിച്ചത്ത് കഴിഞ്ഞിട്ടും വരാതായപ്പോൾ ചന്ദന്റെ ഭാര്യ അന്വേഷിച്ചിറങ്ങി. മധുവൻ പനച്ചോട്ടിൽ ഭർത്താവ് കല്ലായി മറഞ്ഞു കിടക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. പനമുകളിലേക്ക് നോക്കിയപ്പോൾ അസാധാരണ തേജസ്സുള്ള ഒരു ദിവ്യ പുരുഷനെ അവൾ കണ്ടു. അതൊരു സാധാരണ മനുഷ്യനിൽ നിന്ന് കണ്ടപാടെ മനസ്സിലായ അടിയാത്തി എന്റെ മുത്തപ്പ എന്ന് നീട്ടി വിളിച്ചു. എന്നിട്ട് തോറ്റംപാട്ടിൽ പറയുന്ന വിധം ഇങ്ങനെ പ്രാർത്ഥിച്ചു: വാഴ്ക പൊലിക പൊലിക പൊന്മുത്തപ്പ, അറിയാതെ ചന്ദൻ പിഴച്ചതെങ്കിൽ അറിവിൽ പിഴദണ്ഡം ഞാൻ ചെയ്തോളാം. ചന്ദനെ പണ്ടേപ്പോൾ കണ്ടുവെന്നാൽ അകത്തൂരറപൂജ ഞാൻ തരുവേൻ, പുറത്തൂര് വെള്ളാട്ടം തിരുവപ്പന മറയൂട്ട് മധുകലശവും. അടിയാത്തിയുടെ പ്രാർത്ഥനയിൽ സംപ്രീതനായ മുത്തപ്പൻ ചന്ദന് പുനർജീവൻ നൽകി. കല്ലിൽ നിന്ന് സ്വരൂപത്തിലേക്ക് തിരിച്ചു വന്ന ചന്ദൻ അന്നു മുതൽ മുത്തപ്പന്റെ ആശ്രിതനായി ജീവിതം കഴിച്ചുകൂട്ടിയതാണ് ആ കഥ. മുത്തപ്പൻ അവസാന കാലത്ത് തപസ്സിരിക്കുകയും തിരോഭവിക്കുകയും ചെയ്ത കുന്നത്തൂർപ്പാടിയിൽ എല്ലാ വർഷവും അടിച്ചു തെളിച്ച് പന്തൽ കെട്ടി മുത്തപ്പ ആരാധനയ്ക്ക് തുടക്കം കുറിച്ചത്
അടിയാൻ സമുദായത്തിലുള്ള ചന്ദനും അദ്ദേഹത്തിന്റെ ഭാര്യയുമാണ്. വൃദ്ധനായ ശേഷം ഒരു ദിവസം മടയിലേക്ക് കയറിപ്പോയ ചന്ദൻ തിരിച്ചു വന്നില്ല. ചന്ദന് ശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമികൾ പൂജ തുടർന്നു. ഇപ്പോഴും കുന്നത്തൂർപ്പാടിയിലും പരിസര പ്രദേശങ്ങളിലുമാണ് മുത്തപ്പ പുരാവൃത്തത്തിൽ പറയുന്ന അടിയാന്മാർ കൂടുതലായുള്ളത്. ചരിത്രപരമായി കണ്ണൂർ ജില്ലയിലെ വളരെ പഴയ ഒരു ആദിവാസി വിഭാഗങ്ങളിൽ ഒന്നാണത്. അവർക്കിപ്പോഴും ആദിവാസി വിഭാഗം എന്ന പദവി ലഭിക്കുന്നില്ലെന്ന പരാതിയുണ്ട്. കണ്ടാലാരും കൊള്ളൂല, കണ്ടവരൊട്ട് മടങ്ങൂല എന്നാണ് കുന്നത്തൂർപ്പാടിയെക്കുറിച്ച് മുത്തപ്പൻ പറയുക. കാഴ്ചയിൽ ഒന്നുമില്ലെങ്കിലും അനുഭവത്തിലാണ് കുന്നത്തൂർപ്പാടിയുടെ മഹിമ. എളിമയിലും ലാളിത്യത്തിലും ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത മുത്തപ്പനിൽ ദൈവികാംശത്തേക്കാൾ മാനുഷികാംശമാണ് കൂടുതൽ. വടക്കേ മലബാറിൽ ഏറ്റവും ജനകീയനായി ദൈവത്തിന്റെ ആരൂഢം കണ്ടാൽ ആളുകൾ അത്ഭുതപ്പെടും. മുട്ടോളം കൂർക്കിലയും മൂവയ്ക്ക് ചോലവെള്ളവും നീണ്ടൊരു മലയും ഉരുണ്ടൊരു കല്ലും 4 വള്ളിക്കെട്ടും 2 പനമരടും എന്നാണ് മുത്തപ്പൻ തൻ്റെ പാടിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവിക പ്രകൃതിയല്ലാതെ മറ്റൊന്നുമില്ലാത്ത ദേവസ്ഥാനം. കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും അതിൻ്റെ ഉത്ഭവ ചരിത്രത്തിൽ നിന്ന് മാറി സമ്പത്തും സവർണതയും അതീശത്വവും ഉണ്ടാക്കാൻ മത്സരിക്കുമ്പോൾ കുന്നത്തൂർപ്പാടി മറിച്ചാണ്. മുത്തപ്പകാലം തൊട്ടേയുള്ള അടിയാൻ സമുദായത്തിലുള്ളവർക്കാണ് ഇപ്പോഴും കുന്നത്തൂർപ്പാടിയിൽ കർമ്മങ്ങൾക്കുള്ള അവകാശം. പാടിയിലെ മടയ്ക്കുള്ളിൽ കയറാനാവുന്ന മറ്റൊരു വ്യക്തി അടിയാത്തിയാണ്. അതായത് കീഴ്ജാതി എന്ന് വിളിക്കുന്ന സമൂഹങ്ങളിലുള്ള സ്ത്രീകൾക്ക് പൂജ ചെയ്യാൻ അവകാശമുള്ള മറ്റേതെങ്കിലും ക്ഷേത്രം കേരളത്തിലുണ്ടെന്ന് തോന്നുന്നില്ല. നവോത്ഥാന കേരളത്തിന്റെ മനസ്സ് ഇന്നും അത്ര വികസിച്ചിട്ടില്ല. കേരളത്തിലില്ലെങ്കിലും കർണാടകത്തിൽ മംഗലാപുരത്തുണ്ട് അങ്ങനെയൊരു ക്ഷേത്രം, കുദ്രോളി ഗോകർണനാഥ ക്ഷേത്രം. അവിടെ പൂജ ചെയ്യുന്നത് ഇപ്പോഴും 2 കീഴ്ജാതി സ്ത്രീകളാണ്. അവർ വിധവകളാകണമെന്നും നിർബന്ധമുണ്ട്. കർണാടകയിലെ ആ ക്ഷേത്രം സ്ഥാപിച്ചത് ഒരു മലയാളിയാണ്, മഹാനായ ശ്രീനാരായണ ഗുരു. തെക്കുള്ള മാടനും മറുതയെയും പോലുള്ള ആരാധനാ സ്ഥലമാണ് മുത്തപ്പ മടപ്പുരകളെന്ന് കരുതിയതിനാലാണ് ശ്രീനാരായണ ഗുരു കണ്ണൂർ വന്നിട്ടും കുന്നത്തൂർപ്പാടിയിലേക്കോ പറശ്ശിനിക്കടവിലേക്കോ തിരിഞ്ഞു നോക്കാതിരുന്നതെന്ന് പറയപ്പെടുന്നു. ഒപ്പം കള്ളിനും റാക്കിനുമെല്ലാം എതിരായിരുന്നല്ലോ ഗുരു. മുത്തപ്പനാകട്ടെ മദ്യം വിശേഷപ്പെട്ട ഒരു ആരാധന വസ്തുവുമാണ്. മദ്യവും മീനും ഇറച്ചിയുമൊക്കെ സാധാരണക്കാരുടെ ഭക്ഷണമായി ഭുജിച്ച് ബ്രാഹ്മണ്യാധികാരത്തെ തിരുത്തുകയായിരുന്നു മുത്തപ്പൻ. അത് ഗുരുവിന് സമാന്തരമെന്ന് തോന്നുന്ന കീഴാള നവോത്ഥാനത്തിന്റെ വേറൊരു വഴിയാണ്. അല്ലാതെ മുത്തപ്പൻ മദ്യദൈവമൊന്നുമല്ല. ജീവിതത്തിന്റെ എല്ലാ രസങ്ങളും മിതമായ രീതിയിൽ അനുഭവിക്കാൻ അനുവാദം നൽകുക മാത്രമാണ് മുത്തപ്പൻ ചെയ്യുന്നത്. അതിൽ കള്ളമില്ല, കാപട്യവുമില്ല. കള്ളും കുടിച്ചു മതിച്ചു ദൈവമെന്ന് മുത്തപ്പൻ സ്വയം വിശേഷിപ്പിക്കുമെന്നതൊക്കെ ശരി തന്നെ. അതിൽ ആത്മപരിഹാസം കലർന്ന വിദൂഷകത്വമാണുള്ളത്. മനുഷ്യർ വിശക്കരുതെന്ന നിർബന്ധം മാത്രമല്ല, മനുഷ്യർ ആനന്ദിക്കണമെന്നും മുത്തപ്പൻ ആഗ്രഹമുണ്ട്. എന്നാൽ അധികമാവരുതെന്ന് മുത്തപ്പൻ തന്നെ മുന്നറിയിപ്പും നൽകും. മുഴുക്കുടിയന്മാരെ മുത്തപ്പൻ ശാസിക്കുന്നത് കാണാം. ഒരു ശാസന ഇങ്ങനെയാണ്: വ്യാഘ്രമുറങ്ങിയ മടയിൽ നായി നിൽക്കാൻ ഇടവരുത്തരുത്, മുത്തളന്ന നാഴി കൊണ്ട് ഉപ്പളക്കേണ്ടുന്ന അവസ്ഥ വരുത്തരുത്. പച്ച മനുഷ്യർക്ക് മാത്രം മനസ്സിലാവുന്ന പച്ച മലയാളത്തിലാണ് മുത്തപ്പ ദർശനങ്ങൾ അവതരിക്കപ്പെടുന്നത്. ബുദ്ധൻ സംസ്കൃതം വിട്ട് പാലിയിൽ പറഞ്ഞതുപോലെ സാമാന്യ ജനത്തിന്റെ ഭാഷയായിരുന്നു മുത്തപ്പനും സംസാരിച്ചിരുന്നത്. വന്നവരെ മടക്കണ്ട, പോന്നവരെ വിളിക്കണ്ട എന്നത് മുത്തപ്പന്റെ പ്രസിദ്ധമായൊരു വാക്യമാണ്. കൂടെ നിൽക്കുന്നവർ മതി മുത്തപ്പന്, ആരെയും വിളിച്ചു കൂട്ടേണ്ട കാര്യമില്ല എന്നത് തന്നെ. എന്നാൽ കൂടെയുള്ളവരെ പരിഗണിക്കണം. ആശ്രയത്തിന് വന്നവരെയും ആലംബമറ്റവരെയും മുത്തപ്പൻ കൈയൊഴിയില്ല. അതിലും വലിയൊരു വാഗ്ദാനം മറ്റൊരു ദൈവത്തിനും അത്ര ആത്മാർത്ഥമായി പകരാനുമാവില്ല. വടക്കുള്ള അടിയന്മാർക്കും നായാടികൾക്കും വേടന്മാർക്കും ദൈവമെന്നതിനപ്പുറം ഒരു ചരിത്ര പുരുഷനാണ് മുത്തപ്പൻ. 16-ാം നൂറ്റാണ്ടോ അതിനുശേഷമോ ആകാം മുത്തപ്പന്റെ കാലമെന്നാണ് മുഖ്യമായും കരുതുന്നത്. കാരണം തോക്കിനെ കുറിച്ചൊക്കെ മുത്തപ്പ തോറ്റത്തിൽ പരാമർശമുണ്ട്. എന്നാൽ ഇരുമ്പുപയോഗത്തിൽ വരുന്നതിന് മുമ്പേ മുത്തപ്പൻ ഉണ്ടായിട്ടുണ്ടെന്ന വാദവുമുണ്ട്. ഇപ്പോഴും കുന്നത്തൂർപ്പാടി പൊടിക്കളത്തിൽ മടപ്പുരയൊരുക്കാൻ ഇരുമ്പായുധങ്ങളല്ല, മുളയായുധങ്ങളാണ് ഉപയോഗിക്കുന്നത്. എന്തായാലും വേട്ടയാടി ജീവിക്കുകയും അതിനുശേഷം കൃഷിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്ന
സവിശേഷമായ സാംസ്കാരിക മാറ്റത്തിന്റെ അടയാളങ്ങളാണ് ഈ തെയ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ദേശത്തിന്റെ കാർഷിക സംസ്കൃതിയുടെ ചരിത്രവും സംഘർഷവും നമുക്ക് മുത്തപ്പൻ പുരാവത്തത്തിൽ ഇഷ്ടം പോലെ വായിക്കാം. ജാതി ജന്മിത്വത്തിന്റെ അതിർത്തികളെല്ലാം ലംഘിച്ചാണ് മുത്തപ്പൻ ജനനായകനായത്. കുന്നത്തൂർപ്പാടിയിൽ മുത്തപ്പൻ വന്നപ്പോൾ സ്ഥലദേവതയായ ഭദ്രകാളി മുത്തപ്പനെ പുത്രനായി സ്വീകരിച്ചുവെന്നാണ് കഥ. ആ ഭദ്രകാളിയാണ് കുന്നത്തൂർപ്പാടിയിലെ മൂലംപറ്റ ഭഗവതി. അതല്ല, അയ്യങ്കര നായനാരുടെ പത്നിയും മുത്തപ്പന്റെ പോറ്റമ്മയുമായ പാടിക്കുറ്റി അന്തർജനമാണ് ഭഗവതിയെന്നും പറയുന്നവരുണ്ട്. തിരുവപ്പനയുടെ കൽപ്പന അനുസരിച്ചാണ് മൂലംപറ്റ ഭഗവതി കെട്ടിയാടുന്നത്. ചോറൂണിന് ശേഷം ഇന്ന് മാതാവിനെ കെട്ടിയാടണമെന്ന് തിരുവപ്പന ആജ്ഞാപിക്കുമ്പോഴാണ് മൂലംപറ്റ ഭഗവതിക്കായി തയ്യാറാവുന്നത്. മലവാഴയില മുളയും നാരും കൊണ്ട് ഗോപുരാകൃതിയിൽ കെട്ടിയെടുത്ത മനോഹരമായ തിരുമുടിയാണ് മൂലംപറ്റ ഭഗവതിക്ക്. 2 നാഴിക നേരം മാത്രമേ ഭഗവതി കെട്ടിയാടാൻ പാടുള്ളൂ എന്നാണ് നിയമം. പാടിക്കുറ്റി അന്തർജനമാണെന്ന വിശ്വാസമുള്ളതിനാൽ ആ സമയങ്ങളിൽ മത്സ്യമാംസാദികൾ ഉണ്ടാവില്ല. സ്ത്രീകൾ ഭഗവതിക്ക് വസ്ത്രം നൽകുന്നത് ഒരു പ്രധാന ചടങ്ങാണ്. കുന്നത്തൂർപ്പാടി കഴിഞ്ഞാൽ മൂലംപറ്റ ഭഗവതിയുള്ള അധികം സ്ഥലങ്ങളില്ല. ഭഗവതിയെ കിട്ടുന്നത് പെരുവണ്ണാം വിഭാഗവും തോറ്റം പാടുന്നത് അഞ്ഞൂറ്റാൻ വിഭാഗവുമാണ്. പുരളിമല മുത്തപ്പനെ പെരുവണ്ണാൻ കിട്ടുമ്പോൾ നമ്പല മുത്തപ്പനെ കെട്ടുക അഞ്ഞൂറ്റാനായിരിക്കും. കത്തിച്ച ഓടച്ചൂട്ടുകളാണ് ഇലക്ട്രിക് ലൈറ്റുകൾക്കെല്ലാം മുമ്പ് കുന്നത്തൂർപ്പാടിയിലെ പ്രകാശം. ദൈവത്തെ കാത്ത് ഉറക്കമൊഴിഞ്ഞിരിക്കുന്നവരുടെ കണ്ണുകളിലും ഓടച്ചൂട്ടുകൾ ആളിക്കത്തും. ശിവമൂർത്തിയുടെ പൊയ്ക്കണ്ണും കരിന്താടിയും വില്ലും ശരവും അണിഞ്ഞാണ് പുരളിമല മുത്തപ്പൻ പ്രത്യക്ഷപ്പെടുക. മുത്തപ്പന്റെ പൊയ്ക്കണ്ണിന് പിന്നിലും കഥയുണ്ട്. അയ്യങ്കര ഇല്ലത്ത് നിന്ന് മുത്തപ്പൻ ഇറങ്ങിപ്പോകുമ്പോൾ ഏറെ ക്ഷുഭിതനായിരുന്നു. കോപം കൊണ്ട് ജ്വലിച്ച കണ്ണുകളിലെ അഗ്നി എരിഞ്ഞിരുന്നു. മുത്തപ്പൻ നോക്കുന്നതെല്ലാം ആ അഗ്നിയിൽ ദഹിച്ചു തുടങ്ങി. അതുകണ്ട് ഭയന്ന പാടിക്കുറ്റിയമ്മ തൃക്കണ്ണു പോയി പൊയ്ക്കണ്ണാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അതങ്ങനെ തന്നെ സംഭവിച്ചു. പാടിക്കുറ്റിയമ്മയോട് പിരിഞ്ഞ് മല കയറിപ്പോയി വനവാസികളെ സംഘടിപ്പിച്ച ധീരനായ മനുഷ്യൻ തന്റെ ജീവിത ദൗത്യം തീർന്ന് മടയിൽ മറഞ്ഞു പോയപ്പോൾ പിൽക്കാലം ഭാവനയിൽ കണ്ടതാണ് ഇന്ന് കാണുന്ന ഈ ദൈവരൂപം. അയ്യങ്കരയിലെ വിട്ടിറങ്ങിയ മുത്തപ്പൻ ഒരു അവധൂതനെ പോലെ പോയത് കുന്നത്തൂർപ്പാടിയിലേക്കാണെന്ന് പറഞ്ഞല്ലോ. തന്റെ ദൈവിക ശക്തി, അതായത് തന്റെ ജനതയെ മുന്നോട്ട് നയിക്കാനുള്ള മേധാശക്തി കരസ്ഥമാക്കിയതിനു ശേഷം മുത്തപ്പൻ തന്റെ കൂട്ടുകാരനായ വെള്ളാട്ടവുമായി ചേർന്ന് പുരളിമല കീഴടക്കുന്നു. പിരിയാത്ത കൂട്ടുകാരായി മാറി ഇരു വീരന്മാരും വീണ്ടും കുന്നത്തൂരേക്ക് വരുമ്പോഴേക്കും വനംപ്രദേശമാകെ മുത്തപ്പ കീർത്തി പരന്നിരുന്നു. മുത്തപ്പൻ കാലുകുത്തിയ ഇടങ്ങളിലെല്ലാം മടപ്പുരകളും പൊടിക്കളങ്ങളും ഉയർന്നു വന്നു. പിന്നീട് മലനാട് വിട്ടിറങ്ങിയ മുത്തപ്പൻ ചന്ദ്രഗിരിപ്പുഴ മുതൽ കോരപ്പുഴ വരെയും കുടകുമല മുതൽ കടലോട് കണ്ണാപുരം വരെയുമുള്ള പ്രദേശങ്ങൾ പിടിച്ചടക്കിയെന്നും കഥയുണ്ട്. അതിന്റെ അടയാളമാണ് കണ്ണപുരത്തെ മടപ്പുരയെന്നാണ് വിശ്വാസം. കുടകിലും മുത്തപ്പന് മടപ്പുരകളുണ്ട്. കുടകിൽ നിന്ന് ഭക്തരുടെ സംഘം ഇപ്പോഴും കുന്നത്തൂർപ്പാടിയിൽ എത്താറുണ്ട്. നൂറ്റാണ്ടുകളായി കുടകരും മലയാളികളും തമ്മിലുള്ള കാർഷിക വാണിജ്യ ബന്ധത്തിന്റെ തെളിവ് കൂടിയാണ് മുത്തപ്പൻ പുരാവൃത്തം. പുരളിമല ചിത്രപീഠം ആധാരമാക്കി നാട്ടുവാഴിയും നാട്ടുസ്വാമിയുമായി വാണരുളി എന്ന് പറയുന്ന മുത്തപ്പന്റെ അധീനതയിൽ ഏഴുമല, പുരളിമല, 72 പടുമലകൾ, 108 ആസ്ഥാനങ്ങൾ, 308 മടപ്പുരകൾ, എണ്ണിയാൽ തീരാത്തത്രയും പൊടിക്കളങ്ങളുമുണ്ടെന്ന് പട്ടോലകൾ പറയുന്നു. എന്നാൽ ഏറ്റവും പ്രസിദ്ധം പറശ്ശിനി മടപ്പുര തന്നെ. മുത്തപ്പാരാധന ഇന്ന് കാണുന്ന തരത്തിൽ ജനപ്രിയമായത് പറശ്ശിനി മടപ്പുരയുടെ പ്രസിദ്ധിയിലൂടെയാണ്. ആയിരക്കണക്കിന് ആളുകൾ വിശ്വാസത്തിന്റെ ഭാഗമായും അല്ലാതെയും എത്തുന്ന പ്രകൃതി മനോഹരമായ പറശ്ശിനിക്കടവിലേക്ക് മുത്തപ്പൻ എത്തിയതിന് പിന്നിലും നീണ്ട കഥകളും ഐതിഹ്യങ്ങളും ഉണ്ട്. മുത്തപ്പൻ നായാട്ടു ദൈവമാണ്. ഇനി എങ്ങോട്ട് പോകണമെന്ന് തീരുമാനമെടുക്കാനായി മുത്തപ്പൻ അയച്ച ഒരു ശരം ചെന്നു തറച്ചത് പറശ്ശിനിക്കടവിലെ ഒരു കാഞ്ഞിര മരത്തിലാണ്. പുഴയിൽ നിന്ന് മീൻ പിടിക്കുകയായിരുന്ന തളിയിൽ പെരുവണ്ണാൻ ഇത് കണ്ട് കുന്നുമ്മൽക്കാരന് വരെ അറിയിച്ചു. രണ്ടുപേരും ശരം മുത്തപ്പൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് പറശ്ശിനിക്കടവിലെ മുത്തപ്പാരാധനയ്ക്ക് തുടക്കം കുറിച്ചത്. കുന്നുമ്മൽക്കാരനവർ മുത്തപ്പന്റെ ഒന്നാം മടയനായും തളിയിൽ പെരുവണ്ണാൻ ആദ്യ കോലക്കാരനായും പറശ്ശിനിയിൽ ആദ്യത്തെ ദൈവം അരങ്ങേറി. പതിയെ പതിയെ ആ കാഞ്ഞിരത്തറ ദൈവത്തിന്റെ മടപ്പുരയായി.
പറശ്ശിനിക്കടവ് മുത്തപ്പൻ പറയൻ ചീനിയായിരുന്നു എന്ന് പറയുന്ന വേറൊരു കഥ വടക്കൻ ഐതിഹ്യമാലയിൽ വാണിദാസ് എളയാവൂർ പരാമർശിക്കുന്നുണ്ട്. കുടകിലെ സമ്പന്നനായ ഒരു ഭൂവുടമയുടെ വീട്ടിലെ കാവൽക്കാരനായിരുന്നു ജാതിയിൽ പറയനായിരുന്ന ചീനി. ഒരജാനുബാഹുവും അരോഗദൃഢകർത്തനുമായ ചീനി അതീവ വിശ്വസ്തനായിരുന്നു. സന്താനങ്ങളില്ലാതിരുന്ന കുടക ദമ്പതിമാർക്ക് ചീനിയോട് പുത്രനിർവിശേഷമായ വാത്സല്യമുണ്ടായിരുന്നു. ചീനിയും സ്നേഹസമ്പന്നനായിരുന്നു. കുടകരുടെ സമ്പത്തും ഭൂസ്വത്തുക്കളും ചീനി വിശ്വസ്തയോടെ സംരക്ഷിച്ചു. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ചീനി ഒരൽപായുസായിരുന്നു. അതോടെ കുടക ദമ്പതിമാർ അനാഥരായി. അവർ തങ്ങളുടെ സ്നേഹഭാജനമായ ചീനിക്ക് ഒരു സ്മാരകം പണിയണമെന്ന് ആഗ്രഹിച്ചു. വളപട്ടണം പുഴയുടെ തീരമായിരുന്നു അതിന് കണ്ടെത്തിയ സ്ഥലം. വർഷാവർഷം കുടക ദമ്പതിമാരും അവരുടെ കാലശേഷം പിൻഗാമികളും പുഴക്കരയിലെത്തി ചീനിയെ സ്മരിച്ചുകൊണ്ടിരുന്നു. പതുക്കെ അതിന് ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളുടെ പരിവേഷം വന്നു. പറയഞ്ചീനി കുടികൊള്ളുന്ന സ്ഥലം പറച്ചീനിയും പറച്ചിനിക്കടവും പറശ്ശിനിക്കടവുമായി. കുടകരുമായി പറശ്ശിനിക്കടവ് ഇന്നും കാത്തുപോകുന്ന സൗഭ്രാത്രം ഈ കഥയുടെ സാധ്യത ശക്തമാക്കുന്നു. മുത്തപ്പൻ പറയഞ്ചീനിയാണെങ്കിലും അല്ലെങ്കിലും ആരാധിക്കപ്പെടുന്നത് ഒരു കീഴാള നായകനെ തന്നെയാണ്. മദ്യവും മീനും നായയും നായാട്ടുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു കീഴാള സംസ്കാരത്തെ തന്നെയാണ്. കുന്നത്തൂർപ്പാടിയിൽ വാർഷികോത്സവമാണെങ്കിൽ പറശ്ശിനിക്കടവിൽ കഥ വ്യത്യസ്തമാണ്. വാർഷികോത്സവമുണ്ടെങ്കിലും ദിനവും ഉത്സവത്തിന്റെ അന്തരീക്ഷമാണ് അവിടെ. എല്ലാ ദിവസവും സജീവമായ വഴിവാണിഭശാലകൾ ഉത്സവ പ്രതീതി സൃഷ്ടിക്കുന്നു. അത്തിത്തര കേരളത്തിലെ ഏത് കുഗ്രാമത്തിൽ നിന്നായാലും പറശ്ശിനിക്കടവിലേക്ക് വഴിയറിയാത്തവരില്ല. രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നുമായി ദിനേന ഇവിടെ സഞ്ചാരികൾ ഒഴുകിയെത്തുന്നു. പ്രകൃതിയുടെ അനുഗ്രഹമായ വളപട്ടണം പുഴയിൽ കാൽമുക്കുന്നു. മുത്തപ്പനെ കൈതൊഴുന്നു. മറ്റൊരു ക്ഷേത്രത്തിലുമില്ലാത്ത ആതിഥേയത്വത്തിന്റെ ആനന്ദം നുകരുന്നു. ജാതിമത ഭേദമില്ലാതെ തലമുറകളായി ഒഴുകുന്ന വേറൊരു പുഴ തന്നെയാണ് ആ പുരാവൃത്തം. പറശ്ശിനി മുത്തപ്പനെ കുറിച്ച് പറയുമ്പോൾ പുഴയുടെ ചരിത്രം കൂടി പറയാതെ പോകാനാവില്ല. പുഴയോട് ചേർന്ന് നിൽക്കുന്ന ഈ ആരാധനാലയത്തിലെത്തുന്നവരെ ആദ്യം ആകർഷിക്കുന്നത് കുന്നും പുഴയും മലയും തെങ്ങിൻതോപ്പും തന്നെ. പറശ്ശിനിയിലായതുകൊണ്ട് പറശ്ശിനിക്കടവ് പുഴയെന്ന് പറയാമെങ്കിലും വളപട്ടണം പുഴയാണ് ആ പുഴ. വില്യം ലോഗൻ മലബാർ മാനിൽ വിശേഷിപ്പിക്കുന്നത് വളർപട്ടണം പുഴയെന്നാണ്. ഏഴിമല കേന്ദ്രീകരിച്ചുള്ള മൂഷക രാജവംശത്തിലെ വളവൻ രാമഘട്ട മൂഷകന്റെ രാജധാനി വളഭവർത്തനം സ്ഥിതി ചെയ്ത സ്ഥലം വളർപട്ടണവും പിന്നീട് വളപട്ടണവുമായി മാറിയെന്നാണ് കരുതുന്നത്. പൗരാണിക കാലം തൊട്ടേ വടക്കൻ കേരളത്തിലെ ഒരു പ്രധാന വ്യാവസായിക വാണിജ്യ കേന്ദ്രമായിരുന്നു വളപട്ടണം. പറശ്ശിനിക്കടവിലേക്ക് വാഹന ഗതാഗതം കമ്മിയായിരുന്ന കാലത്ത് ഭക്തന്മാർ കൂടുതലും ഈ പുഴ വഴിയാണ് ക്ഷേത്രത്തിലെത്തിയത്. മലബാറിലെ വലിയ പുഴകളിലൊന്നായ വളപട്ടണം പുഴ മടപ്പുരയ്ക്ക് അർദ്ധപ്രദക്ഷിണം വെച്ച് വടക്ക് നിന്ന് തെക്കോട്ടേക്ക് ഒഴുകുന്നതും മനോഹര ദൃശ്യവിരുന്നാണ്. പണ്ടുകാലങ്ങളിൽ പറച്ചീങ്ങ എന്ന മുൾച്ചെടി വ്യാപകമായി കണ്ടുവന്നതിനാൽ ഈ കടവ് പറച്ചീങ്ങ കടവായെന്നും പിന്നീട് പരിഷ്കരിക്കപ്പെട്ട് പറശ്ശിനിക്കടവായതാണെന്നും വേറൊരു വാദമുണ്ട്. ഒരു വാദവും തള്ളേണ്ടതില്ല. കൊള്ളാവുന്ന എന്തും ഉൾക്കൊള്ളുന്ന പല സ്വരൂപങ്ങളുടെ പേരാണല്ലോ മുത്തപ്പൻ തന്നെയും. മുത്തപ്പന്റെ കഥകൾ അവസാനിക്കുന്നില്ല. ചുഴലി അറയിൽ ഭഗവതിയുടെ കോലക്കാരനായ തളിയിൽ പെരുവണ്ണാൻ ഒരു ദിവസം വളപട്ടണം പുഴയിൽ ചൂണ്ടയിടുകയായിരുന്നു. തെയ്യം കിട്ടില്ലാത്ത കാലങ്ങളിൽ പെരുവണ്ണാന്റെ ഉപജീവനം മീൻ പിടിച്ചാണ്. അന്നത്തെ ദിവസം ഏറെ നേരെ കാത്തിരുന്നിട്ടും ഒരു മീനും ചൂണ്ടയിൽ കൊത്തിയില്ല. നിരാശനും ദുഃഖിതനുമായ പെരുവണ്ണാൻ ചൂണ്ടക്കയർ ചുരുട്ടി പോകാൻ ഒരുങ്ങിയെങ്കിലും രണ്ടാമതൊരു തോന്നലിൽ മുത്തപ്പനെ ധ്യാനിച്ച് പുഴയിലേക്ക് വീണ്ടും ചൂണ്ടയെറിഞ്ഞു. ചൂണ്ടയിടേണ്ട നിമിഷം വലിയൊരു മീൻ അതിൽ കുരുങ്ങി. മത്സ്യം ശക്തിയിൽ പിടഞ്ഞപ്പോൾ ചൂണ്ട വലിഞ്ഞു. പെരുവണ്ണാൻ ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് ശക്തിയോടെ വലിച്ചു. കരയിലെത്തിയ പെരുമീനിനെ കണ്ട് പെരുവണ്ണാന്റെ മനസ്സ് നിറഞ്ഞു. വലിയൊരു തിരുത. സാധാരണ നിലയിൽ പതിവില്ലാത്ത മീൻ. അത് മുത്തപ്പന്റെ അനുഗ്രഹമായി തന്നെ പെരുവണ്ണാൻ കരുതി. പെരുവണ്ണാൻ ചുറ്റും നോക്കിയപ്പോൾ കുറെ അകലെ ചുള്ളിക്കൊമ്പുകളിൽ നിന്ന് തീ പുകയുന്നത് കണ്ടു. അതും മുത്തപ്പന്റെ കരുണ തന്നെയെന്ന് അദ്ദേഹം കരുതി. മീൻ അവിടെ വെച്ച് തന്നെ ചുട്ടെടുത്തു. സുഹൃത്തായ കുന്നുമ്മൽപുരയിലെ തീയന്റെ വീട്ടിൽ നിന്ന് കള്ളു കൊണ്ടുവന്നു.
പുഴക്കടവിൽ നിന്ന് ഒരു കല്ലെടുത്തു വെച്ച് ചുട്ട മീനിന്റെ ഒരു ഭാഗവും കള്ളും അതിനുമേൽ നിവേദിച്ചു. അവർണ സമുദായങ്ങളായ പെരുവണ്ണാനും കുന്നുമ്മൽ തീയനും അവിടെ നിത്യസന്ദർശകരും പൂജകരുമായി. കുന്നുമ്മൽ തീയന്റെ കുടുംബം പിന്നീട് പറശ്ശിനി മടപ്പുരയ്ക്കൽ എന്ന പേരിൽ അറിയപ്പെട്ട് ക്ഷേത്രത്തിന്റെ അവകാശികളായി. ഇന്ന് സമ്പന്ന ക്ഷേത്രമായി മാറിയെങ്കിലും മടപ്പുര എന്ന് തന്നെയാണ് ഈ മുത്തപ്പ സന്നിധി അറിയപ്പെടുന്നത്. ആഢ്യഭാഷയിൽ പറയുന്ന മഠമല്ല, ഗ്രാമ്യപദമായ മടയാണ് ഉദ്ദേശിക്കുന്നത്. മട എന്നാൽ ഗുഹ, പുര എന്നാൽ വീട്. അങ്ങനെയാണ് മടപ്പുരയായത്. ക്ഷേത്രം സ്ഥാനികനെ മുത്തപ്പൻ വിളിക്കുന്നത് മടയുടെ കാവൽക്കാരൻ എന്ന അർത്ഥത്തിൽ മടയ എന്നാണ്. മുത്തപ്പൻ കുന്നത്തൂർപ്പാടി മടയിൽ ധ്യാനമിരുന്നുവെന്നാണല്ലോ പറയുന്നത്. പിൽക്കാലത്ത് ശ്രീനാരായണ ഗുരു മരുത്താമലയിലെ ഒരു മടയിൽ ധ്യാനമിരുന്നതിന് തുല്യമായ ചരിത്രമൂല്യം അതിനുണ്ട്. അന്നത്തെ ആഢ്യമായ എല്ലാ ആരാധനാ സങ്കല്പത്തെയും തള്ളി തളിയിൽ പെരുവണ്ണാൻ പറശ്ശിനിക്കടവ് പുഴയിൽ നിന്ന് ഒരു കല്ലെടുത്ത് പ്രതിഷ്ഠിച്ച മുത്തപ്പനും ചരിത്രത്തിൽ നാരായണ ഗുരു പ്രതിഷ്ഠിച്ച ഈഴവ ശിവനോളം തുല്യ പ്രാധാന്യം ഉണ്ടാകേണ്ടതാണ്. എഴുതപ്പെടാത്ത ചരിത്രം ചരിത്രമല്ലാതാകുന്നില്ല. എന്തായാലും ഗുരുവിന്റെ അനുയായികൾ പിൽക്കാലത്ത് ഗുരുദർശനത്തിനുണ്ടാക്കിയ പോറലുകൾ മുത്തപ്പ ഭക്തർ മുത്തപ്പ ദർശനത്തിന് ഉണ്ടാക്കിയിട്ടില്ല. കാലം മാറുമ്പോൾ മനുഷ്യനായ ഗുരു ദൈവവിഗ്രഹമാകുന്നതാണ് കാണുന്നത്. ദൈവമായ മുത്തപ്പൻ മനുഷ്യനാകുന്നതും. മാനുഷികമായ എന്തും ഇന്ന് മുത്തപ്പൻ അന്യമല്ല. ഗുരുവിന്റെ നാട്ടിൽ ഗുരു ജാതി വിഗ്രഹമാക്കപ്പെടുമ്പോൾ മുത്തപ്പൻ ഉയർത്തിപ്പിടിക്കുന്ന ജാതി വിരുദ്ധ നവോത്ഥാന വിപ്ലവത്തിന്റെ കൊടി ഇവിടെ ഇപ്പോഴും ഭദ്രമാണ്. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്ന ഗുരുവചനം തന്നെയാണ് മറ്റൊരു ഭാഷയിൽ കരുണാകരനായ മുത്തപ്പന്റെ വാചാലുകളിലും മുഴങ്ങുന്നത്. നാരായണ ഗുരുവിന്റെ ചരിത്രത്തിന് മുമ്പേ നടന്ന ഒരു വിപ്ലവം തന്നെയായിരുന്നു അത്. ഗുരു കണ്ണൂരിലും തലശ്ശേരിയിലും വന്നിട്ടും പറശ്ശിനിക്കടവിലേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്നത് ഒരു പരാതിയോ പരിഭവമോ ആയി പറയേണ്ടതില്ല. മുത്തപ്പൻ ഉഴുതുമറിച്ചു പോയ മണ്ണിൽ ഗുരുവിന് കാര്യമായ ഒന്നും ചെയ്യാനുണ്ടായില്ലെന്ന് കരുതിയാൽ മതി. തലശ്ശേരിയിൽ വന്ന ഗുരു പിന്നീട് നേരെ മംഗലാപുരത്തേക്കാണ് പോയത്. മംഗലാപുരത്ത് മുത്തപ്പന്മാരുണ്ടായിരുന്നില്ലല്ലോ. തളിയിൽ പെരുവണ്ണാനും കുന്നുമ്മൽ തീയനും മുത്തപ്പനെ ആരാധിച്ചു പോന്ന സ്ഥലത്ത് തന്നെയാണ് ഇന്നത്തെ പ്രസിദ്ധമായ പറശ്ശിനിക്കടവ് മടപ്പുര സ്ഥിതി ചെയ്യുന്നത്. അന്നത്തെ അനുഷ്ഠാനങ്ങൾ തന്നെയാണ് ഇന്നും മടപ്പുരയിൽ പിന്തുടരുന്നത്. വെച്ചരിങ്ങാടും ചുട്ട മത്സ്യവും തേങ്ങാപ്പൂളും തന്നെയാണ് ഇപ്പോഴും മുത്തപ്പന്റെ നിവേദ്യം. നിവേദ്യച്ചോറിനുള്ള അരി മടപ്പുരയിലെ സ്ത്രീകൾ നെല്ലുകുത്തി ഉണ്ടാക്കും. മുത്തപ്പൻ മലയിറങ്ങുമ്പോഴും കയറുമ്പോഴും കൂടെയുണ്ടായിരുന്ന നായാട്ടു നായ്ക്കളോടുള്ള ആദരമായി മടപ്പുരയിൽ നമുക്ക് ധാരാളമായി നാടൻ നായ്ക്കൾ സ്വൈരവിഹാരം നടത്തുന്നത് കാണാം. മുത്തപ്പൻ നായ്ക്കൾക്കെല്ലാം പ്രസാദം വാരിയെറിഞ്ഞ് നൽകുന്നത് വേറൊരു കാഴ്ചയാണ്. പറശ്ശിനി പോലെ ശ്രീകോവിലിൽ വരെ നായ്ക്കൾക്ക് പ്രവേശനമുള്ള വേറെ ഏതെങ്കിലും ദേവാലയമുണ്ടോ എന്നറിയില്ല. മഹാഭാരത കഥയിൽ യുധിഷ്ഠിരന്റെ കൂടെ അവസാനം വരെ ഉണ്ടായിരുന്നത് ഒരു നായയാണ്. ആ നായയ്ക്ക് പ്രവേശനം നൽകിയില്ലെങ്കിൽ തനിക്ക് സ്വർഗം വേണ്ടെന്ന് പറഞ്ഞയാളാണ് നീതിമാനായ ധർമ്മപുത്രർ. മുത്തപ്പനും അങ്ങനെയാണ് തന്റെ വിശ്വസ്ത മൃഗം. മഹാഭാരതത്തിൽ മാത്രമല്ല, ഗ്രീക്ക് ഇതിഹാസം ഒഡീസിയിൽ നീണ്ട മഹായുദ്ധങ്ങൾ കഴിഞ്ഞ ശേഷം പരവശനായെത്തിയ ഒഡീസിയസിനെ തിരിച്ചറിയുന്നതും ഒരു നായയാണ്. എന്നാൽ ബ്രാഹ്മണികമായ ആചാരങ്ങളിലേക്ക് നായയ്ക്ക് പ്രവേശനം കൽപ്പിക്കുന്നില്ല. നായ തൊട്ട് അശുദ്ധമാക്കിയെന്ന പ്രയോഗം വരെയുണ്ട്. ജന്മം നായ നക്കിയെന്ന് പറഞ്ഞാൽ നശിച്ചുപോയി എന്നാണ് അർത്ഥം. മുത്തപ്പന്റെ ന്യായം എന്നാൽ നായയ്ക്കൊപ്പമാണ്. സഹജീവി സ്നേഹത്തിന്റെയും പാരസ്പര്യത്തിന്റെയും മറ്റൊരു മാതൃകയാണത്. മലബാറിലെ എല്ലാ ജാതിമത വിശ്വാസികളും മുത്തപ്പന് വഴിപാടുമായി പറശ്ശിനിയിലെത്തുന്നു. എത്ര പാവപ്പെട്ടവനും സ്വീകാര്യമായ ചെലവ് ചുരുങ്ങിയ വഴിപാടുകളുടെ പേരിലും പറശ്ശിനിക്കടവ് ഒരു മാതൃകാ സ്ഥാപനമാണ്. മറ്റു ക്ഷേത്രങ്ങളിലേതുപോലെ വഴിപാടിന്റെ പേരിലുള്ള പണപ്പിരിവില്ല. പണ്ടേ നിജപ്പെടുത്തിയ തുകയാണ് ഇപ്പോഴും രശീതികൾ മുറിക്കുന്നത്. ദർശനത്തിനെത്തുന്നവർ വഴിപാട് നൽകിയാലും ഇല്ലെങ്കിലും പ്രസാദശാലയിൽ നിങ്ങൾക്ക് ചായയും പയറു പുഴുങ്ങിയതും തേങ്ങാപ്പൂളും ലഭിക്കും. നിത്യവും 2 നേരം ഊണും എല്ലാ നേരവും ചായ പലഹാരവും താമസ സൗകര്യങ്ങളും അതിഥികൾക്ക് സൗജന്യമായി നൽകുന്ന മറ്റേത് ധർമ്മസ്ഥാപനമുണ്ട്?
മനുഷ്യരുടെ വിശപ്പിനെ മുഖ്യമായി കണ്ട മറ്റൊരു ദൈവം മുത്തപ്പനെ പോലെ വേറെ മലയാളത്തിലില്ല. ഭക്ഷണം കഴിച്ചു എന്ന് ചോദിച്ചാണ് മുത്തപ്പൻ സംസാരിച്ചു തുടങ്ങുക. വടക്കുള്ളവരുടെ ഭക്ഷണാതിഥേയത്വം മുത്തപ്പനിൽ നിന്ന് പരിശീലിച്ചതാവാനേ തരമുള്ളൂ. പറശ്ശിനിക്കടവിൽ ആർഭാടങ്ങൾ കാണിക്കുവാൻ കുംഭഗോപുരങ്ങൾ മുത്തപ്പൻ പണി കഴിപ്പിച്ചിട്ടില്ല. മുമ്പൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, മുത്തപ്പന്റെ ഈ വാർപ്പ് ഗോപുരങ്ങളെല്ലാം സമീപകാലത്ത് അത്യാവശ്യമായതുകൊണ്ട് മാത്രം പണി കഴിപ്പിച്ചതാണ്. അധികാരമോ ധനമോ സവർണതയോ എടുത്തു കാട്ടി മുത്തപ്പനെ വേഗത്തിൽ തൊഴുതു പോകാനാവില്ല. താണോരൊടയില്ല, എകർന്നോര് മുടിയില്ല എന്നാണ് മുത്തപ്പൻ പറയുക. എല്ലാവർക്കും ഒറ്റ പരിഗണനയാണ് മുത്തപ്പന്. 12,000 പണത്തിന്റെ നടഭണ്ഡാരവും പൊക്കിൽ പോകാത്ത ഗോവും എനിക്കൊരുപോലെയാണെന്നും പെറ്റതൊന്ന് ഒക്കത്തെടുത്തതൊന്ന് എന്ന ഭേദമില്ലെന്നും മുത്തപ്പൻ പറയും. വാക്കിലും രൂപത്തിലും കർമ്മത്തിലും ലാളിത്യത്തിന്റെ തുമ്പക്കിരീടമണിഞ്ഞാണ് ഒരു ജനതയുടെ സ്വന്തം ദൈവമായി മുത്തപ്പൻ എവിടെയും തലയുയർത്തി നിൽക്കുന്നത്. മുത്തപ്പനെ പോലെ വടക്കൻ മനസ്സിൽ അടിയുറച്ച സമത്വ ചിന്തയുടെ മറ്റൊരു വിശ്വാസ സങ്കല്പവുമില്ല. കമ്മ്യൂണിസം പോലെ രൂഢമൂലമാണത്. മുത്തപ്പന്റെ ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ചും ആ പുരാവർത്തത്തിലെ പുരോഗമന ഉള്ളടക്കത്തെക്കുറിച്ചും കേരളത്തിലെ പുരോഗമന ചിന്താഗതിക്കാർക്ക് വലിയ അജ്ഞതയുണ്ടായിട്ടുണ്ട്. അടിമകളായ കൃഷിക്കാർ കേരളത്തിൽ ആദ്യമായി തങ്ങളുടെ അവകാശബോധത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത് മുത്തപ്പൻ നൽകിയ ആത്മവീര്യം കൊണ്ടാണ്. അതിനും നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ തോലും വിറകും സമരവും നെല്ലെടുപ്പ് സമരവുമെല്ലാം ചരിത്ര സമരങ്ങളായത്. മുത്തപ്പൻ എന്ന ജാതിവിരുദ്ധ മിത്തിന്റെ സാംസ്കാരിക ശക്തി ഇവിടെ ജന്മിത്വത്തിന്റെ കഥ കഴിക്കാനുള്ള ഒരു പ്രധാന പ്രചോദനമായിരുന്നു. അതുകൊണ്ട് മുത്തപ്പനെ വിശ്വാസികളുടെ മാത്രം സ്വത്തായി വിട്ടുകൊടുക്കാനാവില്ല. വടക്കൻ കേരളത്തിന്റെ രാഷ്ട്രീയമായ ചുവപ്പ് രക്തസാക്ഷി കുടീരങ്ങളിലേതുപോലെ മുത്തപ്പൻ ഉൾപ്പെടെയുള്ള തെയ്യത്തറകളിലെയും ചുവപ്പാണ്. മൂകാംബിക ദേവിയെയും എനിക്ക് കമ്മ്യൂണിസമായി തന്നെ കാണാനാവുമെന്ന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് എഴുത്തുകാരനായ ചെറുകാട് പറഞ്ഞതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് മുത്തപ്പനെയും തിരുവപ്പനെയും അങ്ങനെ പറയാനാവും. ജാതിജന്മിത്വം കരാള നൃത്തമാടിയ കാലത്ത് തെയ്യംകെട്ടുകളെല്ലാം ജന്മിത്വത്തെ ന്യായീകരിക്കാനുള്ള ഉപാധികളായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ തെയ്യങ്ങളെയല്ല, തെയ്യങ്ങളെ ഉപയോഗിച്ചുള്ള ആ അന്ധവിശ്വാസത്തെയും ചൂഷണത്തെയുമാണ് എതിർത്തതെന്ന് പറയാറുണ്ട്. വാസ്തവമാണത്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലേറി ജന്മിത്വം തകർന്നതിന് ശേഷവും ആ ചിന്താഗതി മുറുകെ പിടിക്കുന്നതിലാണ് പ്രശ്നം. അതുകൊണ്ട് കാര്യമൊന്നും ഉണ്ടായില്ല. ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പം നടക്കേണ്ട സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പവും തെയ്യങ്ങൾക്കൊപ്പം നടക്കേണ്ട സമയത്ത് തെയ്യങ്ങൾക്കൊപ്പവും നടന്നു. അത്ര ലളിതമാണത്. ആധുനിക കാലത്ത് ജാതിക്കും മതത്തിനുമെതിരെ മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റുകാർ നൽകിയ സംഭാവന വലുതാണ്. കമ്മ്യൂണിസ്റ്റ് ദർശനവുമായുള്ള ആഴത്തിലുള്ള പരിചയമാണ് വടക്കേ മലബാറിലെ ജനങ്ങളെ എല്ലാ അർത്ഥത്തിലും നവീകരിച്ചത്. തെയ്യവുമായി ബന്ധപ്പെട്ട് മതസൗഹാർദ്ദം ഉറപ്പുവരുത്തുന്ന ചടങ്ങുകൾക്ക് ഒരു ദിശാബോധമുണ്ടായത് അതൊക്കെ കൊണ്ടാകാം. മുത്തപ്പൻ തന്റെ മുന്നിലെത്തുന്ന മുസ്ലിം മതസ്ഥരെ എന്റെ മാടായി നഗരെ എന്നാണ് വിളിക്കുന്നത്. മാടായിയിലാണ് വടക്കൻ കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി സ്ഥിതി ചെയ്യുന്നത്. പൗരാണിക കാലം തൊട്ടേ മുസ്ലിം സമൂഹം ധാരാളമായുള്ള ഒരു വാണിജ്യ കേന്ദ്രവുമായിരുന്നു മാടായി. മുസ്ലിം ഭക്തർ മാത്രമല്ല, മുസ്ലിം പേരുള്ള തെയ്യങ്ങൾ വരെയുണ്ട് വടക്കൻ കേരളത്തിൽ. അത്രയേറെ വിശാലമാണ് ഇവിടുത്തെ ആരാധനാ സങ്കല്പങ്ങൾ. അതിൻ്റെ സവിശേഷതകൾ ഇനിയും വേണ്ട വിധം പഠിക്കപ്പെട്ടിട്ടില്ലെന്ന് തന്നെ പറയണം. എല്ലാം സംഘടിത മതത്തിന്റെ സങ്കുചിത ചിന്തയിലേക്ക് വെട്ടിച്ചുരുക്കാൻ പാടുപെടുമ്പോൾ മുത്തപ്പൻ വിശാലമായി കുതറിമാറി നിൽക്കുകയാണ്. മലബാറിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇന്ന് മുത്തപ്പന് ആയിരക്കണക്കിന് മടപ്പുരകളുണ്ട്. ജാതി മത ഭേദമന്യേ 10,000-കണക്കിന് ഭക്തരുമുണ്ട്. വടക്കൻ കേരളത്തിലൂടെ തീവണ്ടി മാർഗം സഞ്ചരിക്കുന്ന പുറംനാട്ടുകാർ ഇവിടുത്തെ ഓരോ സ്റ്റേഷനിലെയും മുത്തപ്പന്റെ മടപ്പുരകൾ കണ്ട് അമ്പരക്കാനിടയുണ്ട്. അത് ഇന്ത്യൻ റെയിൽവേയുടെ ഏതെങ്കിലും ഉത്തരവിലൂടെ സംഭവിച്ചതല്ല. മുത്തപ്പൻ റെയിൽവേയുമായോ എന്തെങ്കിലും ബന്ധമുണ്ടായതുകൊണ്ടുമല്ല. അതിന് പിന്നിലും ഒരു കഥയുണ്ട്. വടക്കൻ കേരളത്തിൽ പണ്ടും ഇപ്പോഴും പുതുതായി എന്ത് സംരംഭം തുടങ്ങുമ്പോഴും വിഗ്രഹങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ മുത്തപ്പനെ വിളിക്കുന്ന പതിവുണ്ട്. റെയിൽവേ വന്നപ്പോഴും അതുതന്നെയാണ് സംഭവിച്ചത്.
തദ്ദേശവാസികളായ റെയിൽവേ തൊഴിലാളികൾ ആഴ്ചയിലും പറശ്ശിനിക്കടവിലേക്ക് പോകുന്നത് പതിവാക്കിയപ്പോൾ അത് റെയിൽ പണിയെ ബാധിച്ചു തുടങ്ങി. റെയിൽ അധികാരികൾ നിയന്ത്രണം വെച്ചപ്പോൾ തൊഴിലാളികൾ മറുമാർഗം കണ്ടെത്തി. അങ്ങനെ സ്റ്റേഷനിൽ തന്നെ പൊടിക്കളങ്ങൾ ഉണ്ടാക്കി. പറശ്ശിനിയിലേക്കുള്ള ദീർഘയാത്രകൾ കുറയുമല്ലോ എന്നതുകൊണ്ട് അത്തരം താൽക്കാലിക പൊടിക്കളങ്ങളെ റെയിൽവേ ഉദ്യോഗസ്ഥരും പ്രോത്സാഹിപ്പിച്ചു. അത് പിന്നെ സ്ഥിരമായി. മംഗലാപുരത്തും ചെറുവത്തൂരുമായിരുന്നു ആദ്യമായി പൊടിക്കളങ്ങൾ പൊടിച്ചു വന്നത്. ഇപ്പോൾ വടക്കുള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും മുത്തപ്പന്റെ പൊടിക്കളങ്ങളുണ്ട്. റോഡ് മാർഗമാണെങ്കിൽ വടക്കൻ കേരളത്തിൽ ഓരോ 2 കിലോമീറ്ററിലും ഓരോ പൊടിക്കളമെങ്കിലും ഉറപ്പാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് കണ്ണൂർ പട്ടാള ക്യാമ്പിലേക്ക് കൊണ്ടുപോകേണ്ടിയിരുന്ന ഒരു ബാരൽ മദ്യം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കാണാതായി. പരിഭ്രാന്തനായ സ്റ്റേഷൻ മാസ്റ്റർ എന്റെ മുത്തപ്പ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചു. ഒടുവിൽ മദ്യം എവിടെയോ വെച്ച് കണ്ടുകിട്ടി. അത് മുത്തപ്പൻ വിളികേട്ടത് കൊണ്ടാണെന്ന് തന്നെ പരിഷ്കൃതനും വിദ്യാസമ്പന്നനുമായ സ്റ്റേഷൻ മാസ്റ്റർ കരുതി. സ്റ്റേഷനിൽ മുന്നിൽ വെച്ച് തന്നെ അദ്ദേഹം മുത്തപ്പനെ കെട്ടിയാടിച്ചു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ പൊടിക്കളത്തിന്റെ കഥ അതാണ്. മറ്റു സ്റ്റേഷനുകൾക്കും ഉണ്ടാകും സമാനമായ കഥകൾ. ഒന്ന് വിളിച്ചാൽ 9 തവണ കേൾക്കും മുത്തപ്പൻ എന്നാണ് പറയുക. വടക്കൻ കേരളത്തിൽ സങ്കടപ്പെടുന്ന മനുഷ്യരെല്ലാം ആദ്യം നീട്ടി വിളിക്കുന്ന ദൈവമാണ് മുത്തപ്പൻ. സന്താപകാലത്ത് മാത്രമല്ല സന്തോഷകാലങ്ങളിലും മുത്തപ്പൻ വടക്കുള്ളവരുടെ ആരാധന അനുഭവമാണ്. പണിയെടുക്കുന്നവരുടെയും പാവങ്ങളുടെയും മനസ്സിൽ മുത്തപ്പനെ പോലെ വേരുറച്ച വേറെ ദൈവമില്ല. AKG പാവങ്ങളുടെ പടത്തലവനാണെങ്കിൽ അതേ പാവങ്ങളുടെ പടത്തലവനാണ് മുത്തപ്പനും. അത് അന്ധവിശ്വാസമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നവരുടെ വിശ്വാസത്തിന്റെ അന്ധതയാണ് ആദ്യം ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ദൈവനിഷേധമായാൽ പുരോഗമനമായി എന്നത് ഒരു പഴയ ധാരണയാണ്. ദൈവമില്ലാതായാൽ നന്മകൾ ജാതിയായി വരുമെന്നതും ഒരു അന്ധവിശ്വാസമാണ്. രാജ്യം കണ്ട ഏറ്റവും വലിയ വർഗീയവാദികളായ സവർക്കറും ജിന്നയും ഒരു ദൈവത്തിലും വിശ്വസിച്ചവരായിരുന്നില്ല. എന്നാൽ ഗാന്ധിജിയും ആസാദും അബ്ദുറഹിമാൻ സാഹിബും ദൈവവിശ്വാസികളായിരുന്നു. അവർ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും മനുഷ്യ സാഹോദര്യത്തിലും ഒപ്പം ഇന്ത്യൻ ഭരണഘടനയെയും വിശ്വസിച്ചവരായിരുന്നു. അതുകൊണ്ട് വിശ്വാസമോ അവിശ്വാസമോ അല്ല മുത്തപ്പ സന്നിധിയിലെയും അളവുകോൽ. ഒരു ദൈവത്തിലും വിശ്വസിക്കാത്തയാൾക്കും മുത്തപ്പനിൽ വിശ്വസിക്കാം. ദൈവം കൂടെയുണ്ടെന്ന വാഗ്ദാനത്തിലുള്ള വിശ്വാസമാണത്. മഹാന്മാരെല്ലാം തന്നിരുന്നതും ആ വിശ്വാസമായിരുന്നല്ലോ. മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരനായ N. പ്രഭാകരന്റെ ദൈവത്തിന്റെ പൂമ്പാറ്റ എന്ന കഥ പ്രസിദ്ധമാണ്. നരച്ച മുടിയും താടിയുമുള്ള ദൈവത്തിന് മുന്നിൽ സങ്കടങ്ങൾ സമർപ്പിക്കാനെത്തിയ ആ കഥയിലെ അമ്മയെയും മകനെയും പറശ്ശിനിക്കടവിലേക്കുള്ള വഴികളിൽ ഞങ്ങൾക്കധികം പരതേണ്ടതില്ലായിരുന്നു. വടക്കൻ കേരളത്തിൽ ജനിച്ചു വളർന്ന ഞങ്ങളുടെ ബാല്യത്തിലേക്കും കൗമാരത്തിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. അറിയാത്ത ഏതൊക്കെയോ സങ്കടങ്ങളിൽ അമ്മയോടൊപ്പം, അച്ഛനോടൊപ്പം, സഹോദരങ്ങളോടൊപ്പം, അച്ചാച്ചന്മാരോടൊപ്പം അങ്ങനെ വല്ലാത്തൊരു ആന്തലോടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് പടിയിറങ്ങിപ്പോയ എത്ര ഓർമ്മകളുണ്ട്. ഒറ്റപ്പെടുന്ന സ്ത്രീയുടെ നിരന്തരമായ അലച്ചിലും നിസ്സഹായതയുമാണ് ദൈവത്തിന്റെ പൂമ്പാറ്റയിലെ പ്രധാന പ്രമേയം. കഥയിലെ അമ്മയുടെയും മകന്റെയും സങ്കടങ്ങളിലൂടെ ചിറകടിക്കുന്ന ആ പൂമ്പാറ്റയിലെ വരികളിൽ ചിലത് ഞാൻ ഇവിടെ വായിക്കട്ടെ. അമ്പലനടയിൽ കൂട്ടം നിന്നവർക്കിടയിലൂടെ അവൾ മകന്റെ കൈയും പിടിച്ച് മെല്ലെ മുന്നോട്ട് നീങ്ങി. വൃദ്ധദൈവത്തിന്റെ മുന്നിലെത്തിയപ്പോൾ അവൾ വിതുമ്പിപ്പോയി. ദൈവം അവളുടെ നിറംകെട്ട സാരിയിലേക്കും കുട്ടിയുടെ കരിവാളിച്ച മുഖത്തേക്കും ഭയത്തോടെ നോക്കി. അവൾ സാരിത്തലപ്പിലെ കുരുക്കഴിച്ച് അതിൽ കരുതി വെച്ചിരുന്നത് ദൈവത്തിന്റെ കയ്യിൽ വെച്ച് മുഖം കുനിച്ചു. ദൈവത്തിന്റെ വലം കൈ ഒരു നുള്ളു പൂവുമായി അവളുടെ തലയ്ക്ക് മുകളിൽ ഉയർന്നു. ഉള്ളിലെ നൊമ്പരം ഞാൻ അറിയുന്നുണ്ട്. തുണകൂട്ടേണ്ടവൾ തെറ്റാം വഴിക്ക് പോയി അല്ലേ? അവളുടെ കണ്ണുനീർ മൺതമറയിൽ വീണമർന്നു. ഇരുളിനൊരു വെളിയുണ്ടറിയണം ട്ടോ, ഊണിലും ഉറക്കിലും ഞാൻ തുണയുണ്ടുട്ടോ. അവൾ കരച്ചിലിനിടയിലൂടെ ചിരിച്ചു. മകന്റെ കൈത്തലം മുറുക്കിപ്പിടിച്ച് അവൾ അവനെ ദൈവത്തിന്റെ മുന്നിൽ നിർത്തി. ദൈവം അവന് മുകളിലും അനുഗ്രഹത്തിന്റെ കൈവീശി. പിന്നിൽ തിടക്കപ്പെട്ട് കാത്തു നിൽക്കുന്നവർക്കായി അവർ വഴിയൊഴിഞ്ഞു. വിശാലമായ തളത്തിലെ ആൾത്തിരക്കിൽ അവർ വീണ്ടും ചെന്നു ചേർന്നു. ചായം തേച്ച മലയഴികൾക്ക് പിന്നിലെ വലിയ മുറിയിലേക്ക് ആരോ അവരെ നയിച്ചു. അവിടെ അപരിചിതരായ അനേകം പേർക്കിടയിലിരുന്ന് അവർ വേവിച്ച പയറും തേങ്ങാപ്പൂളും തിന്നു. ചുറ്റിലുമുള്ളവരെ നോക്കിയും ഇടയ്ക്കിടെ അവളെ നോക്കി ചിരിച്ചു ആർത്തിയോടെ വാരി തിന്നുകയായിരുന്നു അവൻ. ഉച്ചച്ചൂടിൽ വിയർപ്പുചാലൊഴുകുന്ന അവന്റെ മെലിഞ്ഞ കവിളിലേക്ക് നോക്കിയപ്പോൾ
അവൾക്ക് പിന്നെയും കരച്ചിൽ വന്നു. കഥ മുഴുവനും വായിക്കുന്നില്ല. പറശ്ശിനിക്കടവ് മടപ്പുരയുടെയും മുത്തപ്പന്റെയും സൂചനകൾ തരുന്ന വരികൾ മാത്രമാണ് വായിച്ചത്. കഥയിലെ അമ്മയെപ്പോലെ വൃദ്ധ ദൈവം വന്ന് കൈപിടിക്കുമ്പോൾ എന്തിനെന്നറിയാതെ കണ്ണു നിറഞ്ഞു പോകുന്ന ദുർബലരായ തലമുറയാണ് ഞങ്ങളുടേത്. അവിശ്വാസിയാണെന്ന് സ്വയം വിശ്വസിപ്പിക്കുമ്പോഴും ഭൗതികവാദ സിദ്ധാന്തങ്ങളുമായി കെട്ടിമറിയുമ്പോഴും തലമുറകൾക്കപ്പുറത്ത് നിന്ന് സങ്കടങ്ങൾ വായിച്ചെറിഞ്ഞെത്തിയ ആരോവെന്ന് മൂർധാവിൽ തൊടുന്നതുപോലെയാണ് ഞങ്ങൾക്ക് മുത്തപ്പൻ. അതിരുകളില്ലാത്ത സ്നേഹവും അനുകമ്പയും സാന്ത്വനവുമാണ് ആ ദൈവം.